പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖമൊന്നുമില്ല. നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖമൊന്നുമില്ല. പരപരമേശ പരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. ഓ നിന്റെ എല്ലാ നാടത്തിപ്പും എന്റെ ഭാഗ്യ നിറവല്ലോ. നിന്റെ എല്ലാ നാടത്തിപ്പും എന്റെ ഭാഗ്യ നിറവല്ലോ. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. ഹല്ലേലൂയ. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. ആദിയിങ്കൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ. ആദിയിങ്കൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. ഹല്ലേലൂയ. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. ആർമേഘത്തിനുള്ളിലും മിന്നും സൂര്യശോഭ കാണും. ആർമേഘത്തിനുള്ളിലും ഞാൻ മിന്നും സൂര്യശോഭ കാണും. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. സന്ധ്യയെങ്കിൽ വിലാപവും സന്തോഷമുഷസിങ്കലും. സന്ധ്യയെങ്കിൽ വിലാപവും സന്തോഷമുഷസിങ്കലും. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. ഓ ഹല്ലേലൂയ. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. നിന്നോടൊന്നിച്ചുള്ള വാസം എന്റെ കണ്ണീർ തുടച്ചിടും. നിന്നോടൊന്നിച്ചുള്ള വാസം എന്റെ കണ്ണീർ തുടച്ചിടും. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. ഹല്ലേലൂയ. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. നിന്റെ മുഖശോഭ മൂലം എന്റെ ദുഃഖം തീർന്നു പോകും. നിന്റെ മുഖശോഭ മൂലം എന്റെ ദുഃഖം തീർന്നു പോകും. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. ഹല്ലേലൂയ. ഓ പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. ഓ നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖമൊന്നുമില്ല. നിന്നെ കാണും ജനങ്ങൾക്കു പിന്നെ ദുഃഖമൊന്നുമില്ല. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. ഓ പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. നിന്റെ എല്ലാ നാടത്തിപ്പും എന്റെ ഭാഗ്യ നിറവല്ലോ. നിന്റെ എല്ലാ നാടത്തിപ്പും എന്റെ ഭാഗ്യ നിറവല്ലോ. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. ഓ ഹല്ലേലൂയ. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. ആദിയിങ്കൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ. ആദിയിങ്കൽ കൈപ്പാകിലും അന്ത്യമോ മധുരമത്രേ. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. ഹല്ലേലൂയ. പരപരമേശ വരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. കാർമേഘത്തിനുള്ളിൽ ഞാൻ
മിന്നും സൂര്യശോഭ കാണും കാർമേഘത്തിനുള്ളിലീ ഞാൻ മിന്നും സൂര്യശോഭ കാണും പരമേശ പരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. ഹല്ലേലൂയാ പരമേശ പരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. ഓ നിന്നോടൊന്നിച്ചുള്ള വാസം എന്റെ കണ്ണീർ തുടച്ചിടും. നിന്നോടൊന്നിച്ചുള്ള വാസം എന്റെ കണ്ണീർ തുടച്ചിടും. പരമേശ പരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. ഹല്ലേലൂയാ പരമേശ പരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. ഹല്ലേലൂയാ നിന്റെ മുഖശോഭ മൂലം എന്റെ ദുഃഖം തീർന്നു പോകും. നിന്റെ മുഖശോഭ മൂലം എന്റെ ദുഃഖം തീർന്നു പോകും. പരമേശ പരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. ഹല്ലേലൂയാ പരമേശ പരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. ഓ പരമേശ പരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. ഹല്ലേലൂയാ ഓ പരമേശ പരമരുളീശ നീയത്രേ എൻ രക്ഷാസ്ഥാനം. ചേർന്ന് പാടിയാട്ടെ. ഹല്ലേലൂയാ 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 ഓ ഹല്ലേലൂയാ ഹല്ലേലൂയാ ഓ ഹല്ലേലൂയാ 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 ഓ ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. ചേർന്ന് പാടിയാട്ടെ. യേശുവിൻ നാമത്തിൻ ആരാധന രാജാധിരാജാവിൻ ആരാധന എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ നീയേ ആരാധന. ഓ യേശുവിൻ നാമത്തിൻ ആരാധന രാജാധിരാജാവിൻ ആരാധന എല്ലാ പ്രശംസയ്ക്കും യോഗ്യൻ നീയേ പാടുന്നു ഞാനങ്ങേക്ക് ആരാധന. ഹല്ലേലൂയാ 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 ഓ ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. കരുണയിൻ കരത്താൽ നീ കാക്കുന്നവൻ പുതുവഴിയൊരുക്കി നീ കരുതുന്നവൻ ദുഃഖത്തിൻ വേളയിൽ കൈവിടാത്തവൻ വീഴാതെ എന്നെന്നും താങ്ങുന്നവൻ അങ്ങേക്കു തുല്യനായി ആരുമില്ലേ നീയല്ലാതെ വേറെ ദൈവമില്ല നിൻ മുൻപിൽ മാത്രം ഞാൻ വണങ്ങിടുന്നേ നീയാണൻ ദൈവമൻ എൻ പി. ഹല്ലേലൂയാ ഹല്ലേലൂയ 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 ഓ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ
Our God is an awesome God. He reigns from heaven unto with thee. Some power and love. God is an awesome God. Our God is an awesome God. He reigns from heaven unto with thee. Some power and love. God is an awesome God. Oh, hallelujah, hallelujah, hallelujah. Oh, hallelujah, hallelujah, hallelujah. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി സ്തോത്രം ചെയ്താട്ടെ. ഹല്ലേലൂയ. ദൈവം നമ്മെ സഹായിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രത്തോടുള്ള സമയം നമ്മൾ വചനം പഠിക്കാൻ പോവുകയാണ്. എല്ലാവരും പ്രാർത്ഥനയോടായിരിക്കണം. സ്തോത്രം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കും. വചനം പഠിപ്പിപ്പാൻ കർത്താവിന്റെ ദാസനെ ബലപ്പെടുത്തേണ്ടത് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. തുടർന്നുള്ള സമയം തുടർന്നുള്ള 1 മണിക്കൂർ കർത്താവിന്റെ ദാസനെ ഇപ്പോൾ ദൈവജനങ്ങളെ പഠിപ്പിക്കുന്ന എല്ലാവരും പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ മാധുര്യമേറിയ നാമം ഉയർത്തപ്പെടുമാറാകട്ടെ. വളരെ അനുഗ്രഹീതമായ നിമിഷത്തിനായി കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രിയിൽ വീണ്ടും നമുക്ക് ദൈവവചന പഠനവുമായി ബന്ധപ്പെട്ട് ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടി വരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിച്ചുവല്ലോ. കർത്താവിന്റെ എല്ലാ നന്മകളും ഓർത്ത് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. പ്രത്യേകിച്ച് ഈ യോഗത്തിന് നേതൃത്വം കൊടുക്കുന്ന കർത്താവിന്റെ ദാസൻ പ്രിയ ജോമം പാസ്റ്റർ കുടുംബം, മറ്റ് ഈ സ്ഥലം സഭയിലെ ദൈവവചന ശ്രോതാക്കൾ, ദൂരത്തുനിന്നും ചാരത്തുനിന്നുമായി മീറ്റിംഗിൽ പങ്കെടുക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവർക്കുമുള്ള ക്രിസ്തീയ വന്ദനങ്ങൾ വിനീതമായി അറിയിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളം സഹായിക്കട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ ആരംഭിച്ച ദൈവവചന പഠനം പരിശുദ്ധാത്മാ നിറവ് എന്നുള്ള വിഷയവുമായി ബന്ധപ്പെട്ട് ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് എന്ന വിഷയമാണ് നമ്മൾ ചിന്തിപ്പാൻ ആരംഭിച്ചത്. ഇന്നലെ നമ്മൾ അതിൻ്റെ ആദ്യത്തെ പാർട്ട് നമ്മൾ ദൈവവചനം ചിന്തിപ്പാൻ കർത്താവ് സഹായിച്ചു. അതിൻ്റെ വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡാണ്. ആവശ്യമുള്ള ആളുകൾക്ക് അത് പ്രയോജനപ്പെടും. ഇന്ന് നമ്മൾ അതിൻ്റെ അടുത്ത ഭാഗങ്ങളിലേക്ക് പ്രവേശിക്കുകയാണ്. ധന്യനായ പൗലോസ്ലീഹായുടെ ലേഖനങ്ങൾ നമ്മൾ പരിശോധിച്ചാൽ, എബ്രായ ലേഖനം ഉൾപ്പെടെ ആവുമ്പോൾ 14 ലേഖനങ്ങൾ പരിശോധിച്ചാൽ, പൗലോസിന്റെ എഴുത്തിന്റെ ഒരു പ്രത്യേകത, താൻ എഴുതുന്ന ലേഖനങ്ങളുടെ ആദ്യ ഭാഗം ഉപദേശപരമായ നിർദ്ദേശവും അതിന്റെ അവസാന ഭാഗം പ്രായോഗിക നിർദ്ദേശവുമാണ് പൗലോസ് പൊതുവെ എഴുതുന്നത്. നമ്മൾ എഫെസ്യ ലേഖനം 5-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വേദഭാഗങ്ങളെ ആസ്പദമാക്കിയാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പരിശുദ്ധാത്മ നിറവ് എന്നുള്ള വിഷയത്തെക്കുറിച്ച് പഠനം ആരംഭിച്ചത്. ഇന്ന് നമ്മൾ അതേ വാക്യത്തെ ആധികരിച്ചാണ് മുൻപോട്ട് പോകുന്നത്. എഫെസ്യ ലേഖനം 5-ാം അധ്യായം 18 മുതൽ 21 വരെയുള്ള വാക്യങ്ങളെ ആസ്പദമാക്കിയാണ് പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ എഫെസ്യ ലേഖനം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇതിന്റെ ആദ്യത്തെ 3 അധ്യായങ്ങൾ പൗലോസ് ഉപദേശപരമായ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ഉപദേശപരമായ നിർദ്ദേശങ്ങൾക്ക്. അവസാനത്തെ 3 അധ്യായങ്ങൾ പ്രായോഗികരമായിട്ടുള്ള കാര്യങ്ങൾ, ജീവിതത്തിൽ അന്വർത്ഥമാക്കേണ്ട പ്രായോഗികപരമായ കാര്യങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ചില ആളുകൾക്ക് ഉപദേശത്തിന് വളരെ പ്രാധാന്യം കൊടുക്കും, പ്രായോഗികമായി വലിയ പ്രാധാന്യമൊന്നുമില്ല. എല്ലാ ഉപദേശങ്ങളും അവര് ശ്രദ്ധിക്കും, പ്രസംഗിക്കും, പക്ഷേ ജീവിത വിഷയത്തിലേക്ക് വരുമ്പോൾ അവിടെ പരാജയപ്പെടും. എന്നാൽ ചില ആളുകൾ ഉപദേശത്തിനൊരു പ്രാധാന്യം കൊടുക്കുകയല്ല, മര്യാദയ്ക്ക് അങ്ങ് ജീവിച്ചു പോയാൽ മതി എന്നുള്ളൊരു ചിന്താപക്ഷക്കാരാണ് ചില ആളുകൾ. പക്ഷെ പൗലോസ്
വളരെ വ്യക്തമായി തന്റെ ലേഖനങ്ങളിലൂടെ സൂചിപ്പിക്കുന്നത് ഇതിന് രണ്ടിനും ഒരു ക്രിസ്തു വിശ്വാസി തുല്യ പ്രാധാന്യം കൊടുത്ത് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് പൗലോസ് ഈ എഴുത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടാണ് ആദ്യത്തെ 3 അധ്യായങ്ങളിൽ ഉപദേശപരവും അവസാനത്തെ 3 അധ്യായങ്ങളിൽ താൻ പറഞ്ഞ ഉപദേശത്തിനനുസരിച്ചുള്ള ഒരു പ്രായോഗിക ജീവിതത്തിലേക്ക് ക്രിസ്തു വിശ്വാസികൾ വരണം എന്നുള്ളത് പൗലോസ് അന്വർത്ഥമാക്കുന്നത്. അതുകൊണ്ട് ഈ ദിവസങ്ങളിലെ ഈ വചന പഠനം കേവലം ഒരു വിഷയത്തെക്കുറിച്ചുള്ള പഠനമായി തീരരുത്. കാരണം പരിശുദ്ധാത്മാവെന്ന് പറയുമ്പോൾ തിരുവെഴുത്തിലെ അടിസ്ഥാന ഉപദേശങ്ങളിൽ പെടുന്ന ഒരു വിഷയമാണ് പരിശുദ്ധാത്മാവ്. അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് നമ്മൾ കാണുന്നുണ്ട് 7 അടിസ്ഥാന ഉപദേശങ്ങൾ. അതിലൊരു പ്രധാനപ്പെട്ട ഉപദേശ വിഷയമാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ തന്നെ ഏറെ വിവാദപരമായി വിഷയങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള വിഷയം കൂടെയാണ് പരിശുദ്ധാത്മാവ്. അപ്പോൾ അതിന്റെ കാരണം ശരിയായുള്ള പഠനമില്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്ന വിഷയം, അതിൻ്റെ ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു പിരിവ് മാത്രമാണ് നമ്മൾ ചിന്തിക്കുന്ന ആത്മാവിന്റെ നിറവ്, പരിശുദ്ധാത്മാവിന്റെ നിറവ്. ഇത് കേവലം ഒരു ഉപദേശമായി മാത്രം കേൾക്കാതെ ഈ വിഷയം നമ്മുടെ പ്രായോഗിക ജീവിതത്തിനകത്ത് പ്രയോജനകരമായി തീർന്നില്ലെങ്കിൽ ഈ യോഗം ഒരു പ്രയോജനമില്ലാത്ത യോഗമായി പോകും. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഈ ക്ലാസ് അവസാനിക്കുന്നതിന് മുമ്പ് അതിൻ്റെ പ്രായോഗിക തലങ്ങൾ കൂടെ, ആത്മനിറവിൻ്റെ ചില പ്രായോഗിക തലങ്ങൾ കൂടെയൊക്കെ ഒന്ന് പരിശോധിച്ചിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാൻ കർത്താവ് കൃപ നൽകട്ടെ. നമുക്ക് പ്രാർത്ഥനയോടെ എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. 5-ാം അധ്യായത്തിൽ പൗലോസ് എഫെസോസിലെ വിശ്വാസികൾക്ക്, അല്ലെങ്കിൽ ഈ ലേഖനം വായിക്കുന്ന ശ്രോതാക്കളോട് പൗലോസ് താൻ എഴുതുന്ന കാലത്തെക്കുറിച്ചൊരു പരാമർശം 5-ാം അധ്യായത്തിന്റെ 16-ാം വാക്യത്തിൽ പറഞ്ഞു തുടങ്ങുന്നത് ഇത് ദുഷ്കാലമാകയാൽ എന്ന് പറഞ്ഞാണ്. ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന ബിക്കോസ് ദ ഡേ ആർ എവിൾ എന്നാണ്, അല്ലെങ്കിൽ ഈവിൾ എന്നാണ്. അപ്പോൾ അർത്ഥം ഇതൊരു ദുഷ്കാലമാണ്. അപ്പോൾ ഈ ലേഖനം പൗലോസ് എഴുതുന്ന കാലം ഞാൻ ഇന്നലെ ഓർമ്മപ്പെടുത്തി. AD 57, 59 കാലഘട്ടങ്ങളിലൊക്കെയാണ്, ഇതിൻ്റെ ഇടയിലാണ് ഈ ലേഖനം എഴുതുന്നത്. ഈ കാലത്തെ പൗലോസ് വിശേഷിപ്പിക്കുന്നതാണ് ഇതെന്ത് കാലമാണ്? ദുഷ്കാലമാണ്. പൗലോസ് മാത്രമല്ല, മറ്റ് എഴുത്തുകളിൽ മറ്റ് അപ്പോസ്തലന്മാർ, പത്രോസ് പറയുന്നുണ്ട്, പൗലോസ് തന്നെ പറയുന്നുണ്ട്, അന്ത്യകാലത്ത് ദുർഘട സമയങ്ങൾ വരും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പൊതുവെ ഈ കാലത്തെ വിളിച്ചിരിക്കുന്ന ഒരു പേരാണ് ഇതൊരു ദുഷ്കാലമാണ്. അപ്പോൾ ദുഷ്കാലമായതുകൊണ്ട് തൻ്റെ ശ്രോതാക്കൾ നിശ്ചയമായും അനുഷ്ഠിക്കേണ്ട 4 പ്രധാന പ്രബോധനങ്ങളാണ് 5-ാം അധ്യായത്തിൽ പൗലോസ് പറഞ്ഞു തുടങ്ങുന്നത്. അന്ന് ആ ശ്രോതാക്കൾ മാത്രമല്ല, നമുക്കും ഇത് ബാധകമാണ്. നാം പാർക്കുന്ന കാലം ഒരു ദുഷ്കാലമായതുകൊണ്ടും നമ്മുടെ പിതാക്കന്മാരുടെ കാലത്ത് പോലും കേട്ടുകേൾവിയില്ലാത്ത സംഭവങ്ങൾ നടക്കുന്ന ഒരു അന്ത്യകാലഘട്ടത്തിലേക്കാണ് നാം വന്നിരിക്കുന്നത് കൊണ്ടും അവർക്ക് പൗലോസ് കൊടുത്ത അതിപ്രധാനപ്പെട്ട 4 പ്രബോധനങ്ങൾ നമുക്കും ബാധകമാണ്. നമുക്ക് നോക്കാം എന്താണ് ഈ ദുഷ്കാലത്ത് ക്രിസ്തുവിശ്വാസികൾ പാലിക്കേണ്ട 4 പ്രബോധനങ്ങൾ എന്തൊക്കെയാണ്. പൗലോസ് അത് അവിടെ രേഖപ്പെടുത്തുന്നു. അതിൻ്റെ 1-ാമത്തെ പ്രബോധനം 16-ാം വാക്യത്തിൽ തന്നെ പൗലോസ് പറയുന്നു, ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിന് ഉപയോഗിച്ചു കൊള്ളുവീൻ. വിശ്വാസികളുടെ ശ്രദ്ധയ്ക്കാണല്ലോ പൗലോസ് ഇത് പറയുന്നത്. അപ്പോൾ നമുക്ക് നാളത്തേക്ക് വെക്കാൻ സമയമില്ല, ഇന്നത്തേക്ക് തന്നെ ആത്മീക കാര്യങ്ങൾ. ഈ ആഴ്ച സഭായത്തിന് പോയില്ലും അടുത്ത ആഴ്ച ഉണ്ടല്ലോ, അടുത്ത ആഴ്ച നിനക്ക് സമയമുണ്ടോ എന്ന് എങ്ങനെ അറിയും? സ്തോത്രം. ഇപ്പൊ സ്നാനപ്പെട്ടില്ലെങ്കിൽ അല്പം കൂടെ കഴിഞ്ഞ് സ്നാനപ്പെടാം, കുറച്ചുകൂടെ കാര്യമൊക്കെ മനസ്സിലാക്കട്ടെ. അത് അടുത്ത ആഴ്ച നിനക്കുണ്ടോ എന്ന് എങ്ങനെ അറിയും? സ്തോത്രം. വേദപുസ്തകം പഠിച്ചാൽ ബൈബിളിൽ ഏറ്റവും താമസിച്ച് സ്നാനപ്പെട്ട ആള് പൗലോസാ. പൗലോസ് രക്ഷിക്കപ്പെട്ടതിന് ശേഷം 3-ാം ദിവസം സ്നാനപ്പെട്ടെ. അപ്പോൾ ഒരാൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഉടനെ അവരെ സ്നാനപ്പെടുത്തണം എന്നാണ് തിരുവചനത്തിന്റെ നിയമം. ബൈബിൾ അങ്ങനെയാണ് പറയുന്നത്. നമ്മുടെ ആളുകള് പറയുന്ന തിയറി, ഒരാൾ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് അവര് 5-6 മാസമൊക്കെ നേരെ ചൊവ്വയൊക്കെ ആണോ എന്ന് പരിശോധിച്ചിട്ടൊക്കെ സ്നാനപ്പെടുത്താന്നൊക്കെ പറയുന്നതിന്റെ കാരണം, ചില ആളുകളെയൊക്കെ പണ്ട് രക്ഷിക്കപ്പെട്ട ഉടനെ സ്നാനപ്പെടുത്തിയതിന് ശേഷം അവർ പിന്മാറ്റത്തിലൊക്കെ പോകുന്ന കണ്ടു. അങ്ങനെ പോകുന്ന കണ്ടു കഴിഞ്ഞപ്പോഴാണ് ഇപ്പൊ ഇങ്ങനൊരു തീരുമാനത്തിലേക്കൊക്കെ വന്നത്. ഒരാളെ രക്ഷിക്കപ്പെട്ട് സഭയിൽ വന്ന്
ഒരു 6 മാസമൊക്കെ ജീവിതമൊക്കെ പരിശോധിച്ചിട്ട് നമുക്ക് സ്നാനപ്പെടുത്താം. ബൈബിൾ അങ്ങനെ പറയുന്നില്ല. ബൈബിൾ പറയുന്നത് ഒരാൾ രക്ഷിക്കപ്പെട്ടാൽ ഉടനെ അവനെ സ്നാനപ്പെടുത്തണം എന്നാണ്. അതാണ് ബൈബിളിന്റെ നിയമം. അതുകൊണ്ടാണല്ലോ നമുക്കറിയാം, ഷണ്ണനും ഫിലിപ്പോസും തമ്മിലുള്ള സംഭാഷണ മധ്യേ യെശയ്യാ പ്രവചനത്തിന്റെ പൊരുളുകൾ അത് ഫിലിപ്പോസ് ഷണ്ണന് അത് തിരിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് ഗ്രഹിച്ച ഷണ്ണൻ ഫിലിപ്പോസിനോട് പറയുന്നു, സ്നാനപ്പെടുവാൻ ആവശ്യപ്പെടുമ്പോൾ എന്തെങ്കിലും തടസ്സമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഒരു തടസ്സവും ഇല്ലെന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വേഗം തന്നെ സ്നാനപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. ഇതൊക്കെ ബൈബിളിൽ വലിയ തെളിവാണ്. അർത്ഥാൽ സ്നാനപ്പെടാത്തവരുടെ ശ്രദ്ധയ്ക്കും പരിശുദ്ധാത്മ സ്നാനം പ്രാപിക്കാത്തവരുടെയൊക്കെ ശ്രദ്ധയ്ക്ക് ഞാൻ നിങ്ങളോട് പറയുന്നു, ക്രിസ്തീയ ജീവിതം അലസമായി കാണരുത്. നാളത്തെ ദിവസം നിങ്ങൾക്കുണ്ടോ എന്ന് നിങ്ങൾക്ക് ഒരിക്കലും പ്രവചിക്കാൻ കഴിയില്ല. അതുകൊണ്ട് നിങ്ങൾ പാർക്കുന്ന കാലം ദുഷ്കാലമാകയാൽ സമയം തക്കത്തിന് ഉപയോഗിക്കാൻ പരിശുദ്ധാത്മാവ് വളരെ വ്യക്തമായി ഇന്ന് ഈ സന്ധ്യയെങ്കിൽ ഓർമ്മപ്പെടുത്തുന്നു. സ്തോത്രം. ഒരു കാര്യം വളരെ വ്യക്തമാണ്, സമയം തക്കത്തിന് ഉപയോഗിച്ചവർ എപ്പോഴും കർത്താവിന്റെ കരങ്ങളിൽ വജ്രായുധമായി ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. നാളത്തേക്ക് നീക്കിവെച്ച പലർക്കും അവരെക്കുറിച്ചുള്ള ദൈവഹിതത്തിനകത്ത് പ്രവേശിപ്പാൻ അവർ കഴിയാതെ പോയി. എന്നാൽ ഇന്ന് ദൈവാത്മാവ് നിങ്ങളോട് പറയുന്നു, പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് ദുഷ്കാലത്ത് ദൈവമക്കൾക്ക് തരുന്ന ഒന്നാമത്തെ പ്രബോധനമാണ് സമയം തക്കത്തിന് ഉപയോഗിക്കണം. സ്തോത്രം. ഇനി രണ്ടാമത്തെ പ്രബോധനം നമുക്ക് 15-ാം വാക്യത്തിൽ കാണാം. ഇന്നലെ നമ്മളത് തൊട്ടുപോയി. എന്താ 15-ാം വാക്യത്തിൽ പറയുന്നത്? ആകയാൽ സൂക്ഷ്മത്തോടെ അജ്ഞാനികളായിട്ടല്ല ജ്ഞാനികളായിട്ടത്രേ നടപ്പാൻ നോക്കുവീൻ. സമയം തക്കത്തിന് ഉപയോഗിക്കാൻ മാത്രമല്ല, ഇതൊരു ദുഷ്കാലമാകയാൽ ക്രിസ്തു വിശ്വാസികളോടുള്ള രണ്ടാമത്തെ പ്രബോധനം, നിങ്ങൾ ജ്ഞാനികളായി നടക്കുവാൻ നോക്കണം. സ്തോത്രം. അജ്ഞാനികളായിട്ടല്ല, സൂക്ഷ്മത്തോടെ, സൂക്ഷ്മപരമായൊരു ജീവിതം, വളരെ പരിശോധനകരമായൊരു ജീവിതത്തിലൂടെ ജ്ഞാനികളായി നടക്കുവാൻ ദൈവമക്കൾ നോക്കണമെന്നുള്ളതാണ് പൗലോസ് ഈ ദുഷ്കാലത്ത് വിശ്വാസ സമൂഹത്തിൽ നൽകുന്ന രണ്ടാമത്തെ നിർദ്ദേശം. മൂന്നാമത്തെ നിർദ്ദേശം അതിന്റെ 17-ാമത്തെ വാക്യത്തിൽ പൗലോസ് പറയുന്നു, ഇത് ദുഷ്കാലമാകയാൽ നിങ്ങൾ ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചു കൊള്ളുവീൻ. അപ്പോൾ ദുഷ്കാലമാകയാൽ നാം സമയം തക്കത്തിന് ഉപയോഗിക്കുക മാത്രമല്ല, ജ്ഞാനികളായി നടക്കുക മാത്രമല്ല, പിന്നെയോ കർത്താവിന്റെ ഇഷ്ടം ഗ്രഹിച്ചു കൊള്ളുന്നവരാകുവിൻ. ഇത് മൂന്നാമത്തെ പ്രബോധനമാണ്. ഇനി നാലാമത്തെ പ്രബോധനത്തിലേക്ക് വരുന്നു. അവിടെയാണ് നമ്മുടെ വിഷയത്തിന് ആസ്പദമായ വാക്യം കിടക്കുന്നത്. നാലാമത്തെ പ്രബോധനം, ഇത് ദുഷ്കാലമാകയാൽ ഒരു വിശ്വാസി വളരെ ഗൗരവമായി പാലിക്കേണ്ട നാലാമത്തെ പ്രബോധനം 5-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്നു, ആത്മാവ് നിറഞ്ഞവരായി എന്ന് പറഞ്ഞാൽ ഇത് ദുഷ്കാലമായതുകൊണ്ട് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട പ്രബോധനമാണ് ആത്മാവിൽ നിറഞ്ഞുള്ള ജീവിതം. ആത്മാവിൽ നിറഞ്ഞുള്ള ജീവിതം. ഞാൻ ഇന്നലെ എന്താണ് ആത്മാവിൽ നിറഞ്ഞുള്ള ജീവിതം, അല്ലെങ്കിൽ എന്താണ് ആത്മനിറവ് എന്നുള്ളതിനുള്ള ഒരു ഡെഫിനിഷൻ പറഞ്ഞാണ് അവസാനിപ്പിച്ചത്. സ്തോത്രം. നമുക്ക് ആ കാര്യം ഒന്നുകൂടെ ഒന്ന് ഉറപ്പിച്ചിട്ട് നമുക്കതിൻ്റെ അടുത്ത കാര്യത്തിലേക്ക് നമുക്ക് വരാം. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം നമുക്ക് ശ്രദ്ധിക്കാം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിന്റെ ഐകിക ശുശ്രൂഷ കാലഘട്ടം ആരംഭിക്കുന്ന സമയത്ത് യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങിയെന്ന് പറഞ്ഞാണ് ലൂക്കോസ് 4:1 ആരംഭിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ജീവിതത്തെ 4 തലങ്ങളിൽ നമുക്ക് ചിന്തിക്കാം. 1, ആത്മാവിൽ ജനിച്ചു. 2, ആത്മാവിൽ വളർന്നു. 3, ആത്മാവിൽ നിറഞ്ഞു. 4, ആത്മാവിൽ ശക്തിപ്പെട്ടു. സ്തോത്രം. ഇത് 4ഉം സുവിശേഷത്തിൽ എഴുതിയിട്ടുണ്ട്. ആത്മാവിലായിരുന്നു ജനനം. ആർക്കും തർക്കമുണ്ടെന്ന് തോന്നുന്നില്ല. ലൂക്കോസ് 1-ാം അധ്യായത്തിൽ കാണുന്നുണ്ട്, ആത്മാവിലായിരുന്നു ജനനം. സ്തോത്രം. ആത്മാവിലായിരുന്നു വളർച്ച. അതുകൊണ്ടാണ് പറയുന്നത്, പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു. വളർച്ച ആത്മാവിലായിരുന്നു എന്ന് പറഞ്ഞാൽ
യേശുവിനെ വളർത്തിയത് പരിശുദ്ധാത്മാവാണെന്നതിൽ തർക്കമില്ല. എന്താ കാര്യം? ജനിക്കാൻ അനുവാദമുണ്ടായിരുന്നു, വളരാൻ യേശുവിന് അനുവാദമില്ലായിരുന്നു. കാരണം വളരാൻ കഴിയാത്ത സാഹചര്യത്തിലായിരുന്നു യേശു ഉണ്ടായിരുന്നത്. ഒരു കാരണവശാലും വളർത്തത്തില്ലെന്ന് ഹെരോദാവിന്റെ കൊട്ടാരത്തിൽ നിന്നുള്ള കൽപ്പന അതിശക്തമായി പുറപ്പെട്ടപ്പോൾ ഹെരോദാവിന്റെ പടയാളികളുടെ മിന്നിത്തിളങ്ങുന്ന പടവാളുകൾ യേശുവിന്റെ ശിരസിൽ വീഴാതെ വണ്ണം യേശുവിനെ വളർത്തിയെടുത്തത് പരിശുദ്ധാത്മാവാണെന്നുള്ള തർക്കമില്ല. ആരോടോ ദൈവാത്മാവ് പറയുന്നു, വളരാൻ ഒരു സാധ്യതയുമില്ലാത്ത മണ്ണിലാണ് നീ നട്ടിരിക്കപ്പെടുന്നതെങ്കിലും, പരിപരുത്ത പ്രതലത്തിലാണെങ്കിലും നിന്നെ ആത്മാവ് ടേക്ക് ഓവർ ചെയ്താൽ ഒരുത്തനും തകർക്കാൻ കഴിയാത്ത രീതിയിൽ നിന്നെ വളർത്തിയെടുക്കാൻ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ചിലരെ പിടിക്കാൻ പോകുകയാണ്. സ്തോത്രം. നോക്കുക, ഞാൻ ഓടിപ്പോകട്ടെ. അപ്പോൾ 1, ആത്മാവിൽ ജനിച്ചു. 2, ആത്മാവിൽ വളർന്നു. 3, ആത്മാവിൽ നിറഞ്ഞു. അതാണ് ഇപ്പോൾ നമ്മൾ കണ്ട ലൂക്കോസ് 4:1. 4-ാമത്തെ ഒരു പ്രതലം വേറെയുണ്ട്. അത് ആത്മാവിൽ ശക്തിപ്പെട്ടു എന്നുള്ള പ്രതലമാണ്. സ്തോത്രം. അത് ലൂക്കോസ് 4:14 എഴുതിയിട്ടുണ്ട്. യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി. സ്തോത്രം. ഇവിടെ യേശു ആത്മാവിൽ നിറഞ്ഞു എന്ന് പറയുമ്പോൾ എപ്പോഴാണ് ഈ നിറവുണ്ടായത്? സംശയിക്കേണ്ട, യേശു യോർദാനിൽ സ്നാനപ്പെട്ട് കരേറുമ്പോഴാണ്, സ്തോത്രം, ഈ നിറവ് യേശുവിന്മേൽ വെളിപ്പെടുന്നത്. സ്തോത്രം. നമുക്കറിയാം, കർത്താവായ യേശു ക്രിസ്തു അത് തൻ്റെ 12-ാമത്തെ വയസ്സിൽ അത് യെരുശലേമിലേക്ക് പെരുന്നാളിന് വരുമ്പോൾ തൻ്റെ കൂടെ ഒരു ഗ്രാമം മുഴുവൻ ഉണ്ടായിരുന്നു. സ്തോത്രം. യെരുശലേമിലെ ഉത്സവത്തിന് യേശു വരുമ്പോൾ തൻ്റെ കൂടെ തൻ്റെ ഊര് മുഴുവൻ കർത്താവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പക്ഷേ 30-ാമത്തെ വയസ്സിൽ താൻ ദൈവഹിതം അനുസരിക്കാൻ യോർദാനിലെ വെള്ളത്തിങ്കിലേക്ക് ഇറങ്ങുമ്പോൾ തൻ്റെ കൂടെ ഒരു ഗ്രാമം പോയിട്ട് ഒറ്റ മനുഷ്യൻ കൂടെ ഇല്ല. സ്തോത്രം. നീ ടൂറിന് പോകുമ്പോഴും ഉത്സവം ആഘോഷിക്കാൻ പോകുമ്പോഴും എൻജോയ് ചെയ്യാൻ പോകുമ്പോഴൊക്കെ കൂടെ നിൽക്കാൻ ആയിരങ്ങൾ കണ്ടേക്കാം. പക്ഷേ ദൈവഹിതത്തിന് നീ കാലുവെക്കാൻ തുടങ്ങുമ്പോൾ നിന്റെ കൂടെ നിൽക്കാൻ ഒറ്റ മനുഷ്യൻ കാണത്തില്ല. പക്ഷേ ധൈര്യത്തോടെ ദൈവഹിതത്തിലേക്ക് നീ കാലുവെച്ചാൽ ഇവൻ എൻ്റെ പ്രിയപുത്രൻ എന്ന് പറയാൻ സ്വർഗം നിന്റെ തലയ്ക്ക് മീതെ തുറക്കപ്പെടുമെന്ന് ഇന്ന് രാത്രി ആത്മാവിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു. നോക്കുക, ചിലരെ നോക്കി കർത്താവ് പറയുന്നു, മടിച്ചു നിൽക്കരുത്, ധൈര്യത്തോടെ ദൈവഹിതത്തിലേക്ക് കാലുവെക്കുക. നിന്നെ സ്വീകരിക്കാൻ തലയ്ക്ക് മീതെ സ്വർഗം തുറക്കപ്പെടാൻ പോകുകയാണ്. നോക്ക്, ഇവിടെ യേശു ആത്മാവിനാൽ നിറയപ്പെടുന്നു. പരിശുദ്ധാത്മാവ് പ്രാവെന്ന ദേഹരൂപത്തിൽ യോർദാനിൽ അത് യോഹന്നാന്റെ കൈക്കീഴിൽ സ്നാനപ്പെട്ട് കയറുമ്പോൾ യേശുവിന്മേൽ വന്നു. യേശു ആത്മാവിൽ നിറഞ്ഞവനായി മരുഭൂമിയിലേക്ക് പോകുകയാണ്. നിങ്ങളൊന്ന് ഓർത്തു നോക്കി. എന്നെ വളരെ ചിന്തിപ്പിച്ചത് ഈ ആത്മനിറവ് കൊണ്ട് യേശു എന്താണ് നേടിയത്? സ്തോത്രം. ഞാൻ അവിടെ ഒരു കാര്യം പറഞ്ഞിട്ട് അതിന്റെ അർത്ഥത്തിലേക്ക് വന്ന് ഞാൻ തിരിച്ച് എഫീസ്യ ലേഖനത്തിലേക്ക് വരികയാണ്. സ്തോത്രം. ഈ യേശു പോകുന്ന സ്ഥലം മരുഭൂമിയിലേക്കാണ് പോകുന്നത്. മരുഭൂമി. സ്തോത്രം. കർത്താവിന് പോകാൻ ഇഷ്ടമുണ്ടായിരുന്ന ഒരു സ്ഥലമേ അല്ല മരുഭൂമി. സ്തോത്രം. എന്താ അതിന്റെ കാര്യം ചോദിച്ചാൽ, മർക്കോസിന്റെ സുവിശേഷത്തിൽ ഇതേ ഭാഗം വായിക്കുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, അത് മരുഭൂമിയിലേക്ക് പോകാൻ യേശുവിനെ പരിശുദ്ധാത്മാവ് നിർബന്ധിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. സ്തോത്രം. യേശുവിനെ പരിശുദ്ധാത്മാവ് നിർബന്ധിച്ചു. നിങ്ങൾ മർക്കോസിന്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അനന്തരം ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകുവാൻ നിർബന്ധിച്ചു. സ്തോത്രം. നിർബന്ധിച്ചു എന്ന് പറയണമെങ്കിൽ അർത്ഥം കർത്താവിന് ഇഷ്ടമുണ്ടായിട്ടില്ല. മനുഷ്യത്വത്തിൽ കർത്താവിന് ഇഷ്ടമല്ലായിരുന്നു മരുഭൂമിയിലേക്ക് പോകാൻ. എന്താ അതിന്റെ കാര്യം? കർത്താവിന് നല്ല ഒരു മനുഷ്യനും ഇഷ്ടപ്പെടുകയല്ല. കാരണം പോകുന്ന സ്ഥലം മരുഭൂമിയാണ്. അപ്പോൾ തന്നെ കർത്താവിന് 2 കാര്യങ്ങൾ അറിയാം. ഒന്നത് മരുഭൂമിയാണെന്ന് മാത്രമല്ല, 2 തന്നെ പരീക്ഷിക്കാൻ അവിടെ ഒരു പരീക്ഷകൻ തന്നെ കാത്തിരിപ്പുണ്ടെന്നുള്ള കാര്യവും യേശുവിന് തന്റെ സർവ്വജ്ഞാനത്വത്തിൽ വ്യക്തമായിരുന്നു. സ്തോത്രം. അതുകൊണ്ട് തന്നെ മാനുഷികമായി പോകാൻ ഇഷ്ടപ്പെട്ടില്ല. പക്ഷേ ആത്മാഭവനെ നിർബന്ധിക്കുകയാ, ആത്മാഭവനെ തള്ളുകയാ. കുഞ്ഞെ, ആത്മനിറവ് നിന്റെ മേൽ വന്നു കഴിഞ്ഞാൽ നിനക്കിഷ്ടമല്ലാത്ത പല കാര്യങ്ങളിലേക്കും പല സാഹചര്യങ്ങളിലേക്കും പല മേഖലകളിലേക്കും ആത്മാവ് നിന്നെ നിർബന്ധിക്കും. സ്തോത്രം. പക്ഷേ ആ ആത്മാവിന്റെ നിർബന്ധത്തിന് നീ വഴങ്ങിക്കൊടുത്താൽ ഇന്നുവരെ നീ ചെയ്യാത്ത ചില കാര്യങ്ങൾ ചെയ്യും. ഇന്നുവരെ നീ കാണാത്ത ചില കാര്യങ്ങൾ കാണും. ഇന്നുവരെ നിനക്ക് ലഭിക്കാത്ത ചിലത് ലഭിക്കും. സ്തോത്രം. ഞാൻ അതിന്റെ ഒരു തെളിവ് കൂടെ പറയാം. സ്തോത്രം. ഇവിടെ മരുഭൂമിയിലേക്ക് യേശു പോകുകയാ. മരുഭൂമി ആർക്കും ഇഷ്ടമല്ലെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ ഓർത്തു നോക്കിയേ, മരുഭൂമിയിലോട്ട് നമുക്ക് പ്രവാചകന്മാരുടെ പ്രതിനിധിയായ ഏലിയാവിനെ ഇൻവൈറ്റ് ചെയ്യാം. മരുഭൂമിയിലേക്ക് വരുന്ന ഒരു ശുശ്രൂഷ ഉണ്ടെന്ന് ചോദിച്ചാൽ അദ്ദേഹം പറയും, കോടികൾ തന്നാലും ഞാൻ വരത്തില്ല. കാരണം ആ മരുഭൂമിയിലാണ്
പണ്ടൊരു മരുഭൂമിയിലാണ് ഞാൻ ചൂരച്ചെടിയുടെ ചോട്ടിൽ കിടന്ന് മരണം കൊതിച്ചത്. മരുഭൂമി എന്നെ മരണത്തിലേക്ക് തള്ളിവിട്ടൊരു സ്ഥലമാണ്. സോറി പാസ്റ്റർ, ഞാനില്ല. നമുക്ക് ഹാഗറിനോട് ചോദിക്കാം. ഹാഗർ പറയും, ഒരിക്കലും ഞാൻ മരുഭൂമിയിലേക്കില്ല, കാരണം എൻ്റെ തലമുറയുടെ മരണം ഞാൻ കാണുമെന്നോർത്ത് അത് മരണവുമായി എൻ്റെ തലമുറ മല്ലിട്ട സ്ഥലമാണ് മരുഭൂമി. സോറി, ഞാനില്ല. ഇസ്രായേൽ മക്കളോട് നമുക്ക് വിളിക്കാം. ഇസ്രായേൽ മക്കളോട് പറയാം, ഒരു പ്രാവശ്യം കൂടെ നിങ്ങൾ മരുഭൂമിയിലേക്ക് വരുന്നോ, നിങ്ങൾക്ക് മന്ന തരാം, നിങ്ങൾക്ക് കാടപ്പക്ഷിയെ തരാം, നിങ്ങൾക്ക് തീക്കൽ പാറയിൽ നിന്ന് വെള്ളം തരാം, നിങ്ങൾ മരുഭൂമിയിലേക്ക് വരുന്നോ? സ്തോത്രം. അവർ പറയാം, സോറി, ഞങ്ങൾ മരുഭൂമിയിലേക്കില്ല, കാരണം ഞങ്ങളുടെ ഉടയവരും ഉറ്റവരും ഞങ്ങളുടെ സമശിഷ്ടങ്ങളിൽ ഭൂരിഭാഗം എണ്ണവും ചത്തൊടുങ്ങിയ സ്ഥലമാണ് മരുഭൂമി. അയ്യോ, മരുഭൂമിയുടെ ചരിത്രം എന്താ? പലരെയും തീർത്ത ചരിത്രമാണ് മരുഭൂമിക്കുള്ളത്. സ്തോത്രം. പലരെയും അവസാനിപ്പിച്ച ചരിത്രമാണ് മരുഭൂമിക്കുള്ളത്. എന്നാൽ ഒരു കാര്യം വ്യക്തമാണ്, പലരെയും തീർത്ത മരുഭൂമിയിൽ യേശു ചെന്ന് അവിടെ തീർന്നില്ല, അവിടെ അവസാനിച്ചില്ല. 40 ദിവസം യേശു ആ മരുഭൂമിയെ ആത്മമണ്ഡലത്തിൽ ജയിച്ചിട്ട് അവൻ ജയാളിയായി മടങ്ങി വരികയാണ്. സ്തോത്രം. ഇന്ന് രാത്രി ചിലരോട് ഞാൻ പറയുന്നു, പലരും തോറ്റുപോയ വിഷയത്തെ ആത്മാവിൽ ജയിക്കാൻ നിനക്കൊരാത്മനിറവ് അത്യാവശ്യമാണ്. നോക്ക്, ഒരാത്മനിറവുമായി യേശു പോയതിന്റെ കാരണം അതാണ്. നിന്റെ അയലോക്കത്തുള്ളവർക്ക് ക്യാൻസർ വന്നിട്ട് മരിച്ചു കാണും. നിന്റെ അയലോക്കത്തുള്ളവർക്ക് കടബാധ്യത വന്നിട്ട് അവർ വിഷക്കുപ്പിയിൽ ജീവിതം തീർത്ത് കാണും. പക്ഷേ അവർക്ക് വന്ന അതേ വിഷയം നിനക്ക് നേരെ കയറി വരുമ്പോൾ അവരെ തീർത്തതുപോലെ നിന്നെ തീർക്കാൻ ദൈവം അനുവദിക്കത്തില്ല. അതിനെ ആത്മാവിൽ അടിച്ചു തകർക്കാൻ, അതിനെ ആത്മാവിൽ ജയിക്കാൻ, അതിനെ ആത്മാവിൽ നിരോധിക്കാൻ ഒരു അസാധാരണകരമായ ആത്മനിറവിനെ ദൈവം നിന്റെ മേൽ കൈമാറുകയാണ്. ഇന്ന് രാത്രിയിൽ അത് പ്രാപിക്കാൻ എത്ര ദൈവമക്കൾ തയ്യാറാകുന്നു, അവർ ചിലതിനെ ജയിക്കാൻ പോകുകയാണ്. സ്തോത്രം. ഇനി നമുക്കതിന്റെ രണ്ടാമത്തെ അർത്ഥത്തിലേക്ക് വരാം. എന്താണ് ഈ ആത്മനിറവ് എന്ന് ഉദ്ദേശിച്ചത്? ആ വാക്യം തന്നെ നോക്ക്. ലൂക്കോസ് 4:1 ഒന്നാം ഭാഗത്ത് പറയുന്നു, യേശു പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവനായി യോർദാൻ വിട്ട് നടത്തി. അതിന്റെ അർത്ഥമാണ് രണ്ടാം ഭാഗത്ത് പറയുന്നു. എന്താണ് അതിന്റെ അർത്ഥം? ആത്മാവനെ മരുഭൂമിയിലേക്ക് നടത്തി. അപ്പം ഒന്നാം ഭാഗത്ത് പറഞ്ഞ പരിശുദ്ധാത്മാവിൽ യേശു നിറഞ്ഞു എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അതിന്റെ അടുത്ത ഭാഗത്ത് പറയുന്നു, ആത്മാവനെ മരുഭൂമിയിലേക്ക് നടത്തി. അപ്പോൾ ആത്മാവിനാലുള്ള നിറവ് എന്ന് പറഞ്ഞാൽ നമുക്കതിന് കൊടുക്കാൻ പറ്റുന്ന ഡെഫിനിഷൻ ആത്മാവിനാലുള്ള നിയന്ത്രണം എന്നത് മാത്രമല്ല, ആത്മാവിനാലുള്ള നടത്തിപ്പ്. അതാണ് ഇവിടെ പറയുന്നത്, ആത്മാവിനാലുള്ള നടത്തിപ്പ്. സ്തോത്രം. അപ്പോൾ എന്താണ് എഫേസ്യ ലേഖനം 5-ാം അധ്യായം 18-ാം വാക്യത്തിൽ പറയുന്ന ആത്മനിറവ് എന്ന് ചോദിച്ചാൽ ഒറ്റ വാക്യത്തിൽ പറയാം, അത് ആത്മാവിൻ്റെ നടത്തിപ്പാണ്. ആത്മാവിൻ്റെ നിറവ്, ആത്മാവിൻ്റെ നിയന്ത്രണമാണ് ആത്മാവിൻ്റെ നിറവ് എന്ന് സൂചിപ്പിക്കുന്നത്. സ്തോത്രം. ഞാൻ പ്രാരംഭമായിട്ട് സ്തോത്രം എന്തല്ല ആത്മനിറവെന്ന് പറയാൻ പോകുകയാണ്. എന്തല്ല ആത്മനിറവെന്ന് പറയാൻ പോകുകയാണ്. അതിനുശേഷം നമുക്ക് എന്താണ് ആത്മനിറവ് എന്നുള്ളതിനെ കുറിച്ചും കൂടെ നമുക്ക് ചിന്തിക്കാം. സ്തോത്രം. എന്തല്ല ആത്മനിറവ്? സ്തോത്രം. ഒന്നാമത്തെ പോയിന്റ്, ആത്മനിറവ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ചില വൈകാരിക അനുഭൂതി ഉളവാക്കുന്ന ഒരു അനുഭവം അല്ല ആത്മനിറവ്. ചില ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഈ ആത്മനിറവ് എന്ന് പറയുന്നത് ഒരു ബഹളമാണ്, ഒരു അന്തരീക്ഷമാണ്, കുറച്ച് ശബ്ദകോലാഹലങ്ങളാണ് എന്നൊക്കെ ഒരു ചിന്തയുണ്ട് ചില ആളുകൾക്ക്. സ്തോത്രം. അതല്ല ആത്മാവിൻ്റെ നിറവ്. സ്തോത്രം. ഞാൻ ഈ മാനിഫെസ്റ്റേഷനുകൾക്കൊന്നും എതിരല്ല, കാരണം മാനിഫെസ്റ്റേഷനുകൾ ഉണ്ടാകാം. ആത്മസ്നാനം ഒരാളിൽ ഉണ്ടാകുമ്പോൾ മാനിഫെസ്റ്റേഷൻ ഉണ്ടാകും. ചിലപ്പോൾ അവർ തെറിച്ചുപോയി വീണേക്കാം, ചിലപ്പോൾ അവർ പൊട്ടിക്കരഞ്ഞേക്കാം, ചിലപ്പോൾ അവർക്ക് ശരീരത്തിൽ അമിതമായ ചൂട് പോലെയോ തണുപ്പ് പോലെയോ ഉള്ള പല കാര്യങ്ങളും എക്സ്പീരിയൻസ് ചെയ്യേക്കാം. അതൊക്കെ ആത്മസ്നാനത്തിൽ നടക്കുന്ന വിഷയങ്ങളാണ്. സ്തോത്രം. മാനിഫെസ്റ്റേഷനുകൾ ഉണ്ടാകും, നിശ്ചയമാണ്. പക്ഷേ ഈ ആത്മനിറവെന്ന് പറയുന്നത് ഈ ഒരു മാനിഫെസ്റ്റേഷൻ അല്ല. എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രത്യേക വൈകാരികമായ അനുഭൂതി ഉളവാക്കുന്ന ഒരു അനുഭവമല്ല ആത്മനിറവ്. സ്തോത്രം. അത് ദൈവമക്കൾ ആദ്യം മനസ്സിലാക്കുക. സ്തോത്രം. ചില ആളുകൾ, കഴിഞ്ഞിടെ ഒരാൾ എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ ചർച്ചിൽ ഭയങ്കര ആത്മപകർച്ചയായിരുന്നു, 6-7 കസേര ഒടിഞ്ഞെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഈ 6-7 കസേര ഒടിഞ്ഞതിനെയാണ് ആത്മാവിൻ്റെ ആ പകർച്ച എന്നൊക്കെ ഒരു കണക്കൂട്ടരുത്. ഇതൊക്കെ അബദ്ധ പഞ്ചാംഗമാണ് ഈ പറയുന്നത്. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം, ആത്മനിറവെന്ന് പറയുന്നത് സ്തോത്രം ആ സഭയ്ക്കകത്ത് ഉണ്ടായ എന്തെങ്കിലും ഒരു മാനിഫെസ്റ്റേഷൻ അല്ല ആത്മനിറവ്. പിന്നെ ഞാനതിനെ ലളിതമായി പറയുകയാണ്, നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്.
സഭയിൽ ജനറൽ ബോഡി കൂടുമ്പോൾ, കമ്മിറ്റി കൂടുമ്പോൾ അത് വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ പോകുന്നെങ്കിൽ അതാണ് ആത്മാവിൻ്റെ നടത്തിപ്പ് എന്ന് പറഞ്ഞാൽ. ആത്മാവിൻ്റെ നിയന്ത്രണത്തിൽ കാര്യം പോകുന്നു, ആത്മാവിൻ്റെ നടത്തിപ്പിൽ പോകുന്നു എന്നുള്ളതിന് ഞാൻ ലളിത വ്യാഖ്യാനം പറഞ്ഞതേ ഉള്ളൂ. സ്തോത്രം. അപ്പോൾ ഈ എന്താണ് ആത്മാ നിറവ് എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് എന്താണ് ആത്മനിറവ് അല്ലാത്തത് എന്നുള്ളത് ഞാൻ പറയുന്നതിന് കാരണം അതുകൊണ്ടാണ്. സ്തോത്രം. അപ്പം ആത്മാവിൻ്റെ നിറവെന്ന് പറയുന്നത് ഏതെങ്കിലും വൈകാരികമായ ഒരു പ്രത്യേക അനുഭൂതി ഉളവാക്കുന്ന അനുഭവമല്ല. സ്തോത്രം. ആത്മാവിൻ്റെ നിറവ് എന്ന് പറയുന്നത്. സ്തോത്രം. ഇനി രണ്ടാമത്തെ കാര്യം, എന്തല്ല ആത്മനിറവ്? സ്തോത്രം. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതല്ല ആത്മനിറവ്. ചില ആളുകള് ആത്മനിറവ് പ്രാപിച്ചോ എന്നൊക്കെ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്. അതായത് അവരുടെ ധാരണ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതാണ് ആത്മനിറവ് എന്നുള്ളതാണ്. തെറ്റാണത്. ആത്മാവിനെ പ്രാപിക്കുന്നതല്ല ആത്മനിറവ്. സ്തോത്രം. എന്തുകൊണ്ടെന്നാൽ ഒരാളിൽ ആത്മാവ് ആദ്യമായി വെളിപ്പെടുന്നത് അവരുടെ രക്ഷയുടെ ആദ്യഘട്ടത്തിലാണ്. എന്നൂടെ പറഞ്ഞാൽ അത് ഒരാൾ യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുമ്പോഴാണ് ഒരാളിൽ ആദ്യമായി പരിശുദ്ധാത്മാവ് വരുന്നത്. സ്തോത്രം. നമുക്കതിന് തെളിവുണ്ട്. സ്തോത്രം. 1 കൊരിന്ത്യർക്കെഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യം. എൻ്റെ കൂടെ തീവെടുത്ത് നോക്കിപ്പോയാൽ നിങ്ങൾക്ക് ചില കാര്യങ്ങൾ ദൂരീകരിക്കപ്പെടാം. സ്തോത്രം. 12-ാം അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ പൗലോസ് പറയുന്നുണ്ട്, ആകയാൽ ദൈവാത്മാവിൽ സംസാരിക്കുന്നവൻ ആരും യേശു ശപിക്കപ്പെട്ടവൻ എന്ന് പറയുകയില്ല. പരിശുദ്ധാത്മാവിലല്ലാതെ യേശു കർത്താവ് എന്ന് പറയാൻ ആർക്കും കഴിയുകയില്ല. അപ്പം യേശു കർത്താവ് എന്ന് പറയുന്നതാണ് രക്ഷയുടെ ആദ്യത്തെ പടി. അങ്ങനെ ഒരാൾക്ക് പറയാൻ കഴിയണമെങ്കിൽ പരിശുദ്ധാത്മാവിലല്ലാതെ ആർക്കും കഴിയുകയില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? നാം കർത്താവിനെ രക്ഷിതാവായി സ്വീകരിക്കാൻ കാരണം പരിശുദ്ധാത്മാവ് നമ്മിൽ വന്നതുകൊണ്ടാണ്. സ്തോത്രം. ഇനി ഒന്നുകൂടെ ഇറങ്ങി പറയാം, നാം രക്ഷിക്കപ്പെട്ടതല്ല, നമ്മെ രക്ഷിക്കപ്പെടുത്തിയതാണ് എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? ലളിതമായി പറയാം. പത്രോസ് വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പത്രോസിന്റെ വായിൽ നിന്ന് അടർന്നു വീഴുന്ന വചനത്തെ എടുത്തുകൊണ്ട് പോയി 3000 പേരുടെ ഉള്ളത്തിൽ ആ വചനം കൊണ്ട് കുത്തി അവരെ പാപത്തിലേക്കും നീതിയിലേക്കും ന്യായവിധിയിലേക്കും അവർക്ക് ബോധം കൊടുത്ത് അവരെ യേശു ക്രിസ്തുവിലേക്ക് നടത്തിയ ഒരുവനുണ്ട്. അവന്റെ പേരാണ് പരിശുദ്ധാത്മാവ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, നാം രക്ഷിക്കപ്പെട്ടതല്ല, നമ്മെ യേശു ക്രിസ്തുവിലേക്ക് നടത്തിയതാണ് പരിശുദ്ധാത്മാവ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ രക്ഷയുടെ ആദ്യത്തെ പടിയിലാണ് പരിശുദ്ധാത്മാവ് ഒരാളിൽ വരുന്നത്. അതാണ് ആത്മാദിവാസം നമ്മളിൽ സംഭവിക്കപ്പെടുന്നത്. സ്തോത്രം. എന്നാൽ ഇതല്ല ആത്മനിറവ്, ഇതല്ല ആത്മസ്നാനം. സ്തോത്രം. അപ്പം എന്താ അങ്ങനെ പറയാൻ കാര്യം എന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തുവിന്റെ ശിഷ്യന്മാർ എപ്പോഴാണ് ആത്മാവിനെ പ്രാപിച്ചത് ആദ്യമായി? സ്തോത്രം. എപ്പോഴാണ് യേശുവിന്റെ ശിഷ്യന്മാർ ആദ്യമായി ആത്മാവിനെ പ്രാപിച്ചത്? സ്തോത്രം. പല ആളുകളും ധരിച്ചു വെച്ചിരിക്കുന്നത് മർക്കോസിന്റെ മാളിക മുറിയിൽ വെച്ചാണെന്നാണ്. അത് തെറ്റായ ഒരു ചിന്താഗതിയാണ്. യേശുവിന്റെ ശിഷ്യന്മാർ അത് ആദ്യമായി പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന് ശേഷമുള്ള സംഭാഷണ മധ്യത്തിൽ വെച്ചാണ്. നമുക്ക് ആ ഭാഗം നോക്കാം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിലാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 22-ാമത്തെ വാക്യത്തിൽ യേശു ഉയർത്തെഴുന്നേറ്റതിന് ശേഷം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായിട്ട് തന്റെ വിലാപ്പുറവും ഒക്കെ അവരെ കാണിച്ചതിന് ശേഷം അവരോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പം 22-ാം വാക്യം യോഹന്നാൻ 20:22 പറഞ്ഞു, ഇങ്ങനെ പറഞ്ഞ ശേഷം അവൻ അവരുടെ മേൽ ഊതി അവരോട്, പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ, റിസീവ് ദ ഹോളി ഗോസ്റ്റ്. പരിശുദ്ധാത്മാവിനെ കൈക്കൊള്ളുവീൻ. അപ്പൊ ഇവിടെ വെച്ചാണ് ആദ്യമായി ശിഷ്യന്മാർ എന്ത് പ്രാപിച്ചത്? പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചത്. സ്തോത്രം. നോക്കിക്കേ. പക്ഷേ അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിനെ ഓൾറെഡി ശിഷ്യന്മാർക്ക് കിട്ടിയില്ലേ? യെസ്, ഓഫ് കോഴ്സ് കിട്ടിക്കഴിഞ്ഞു. അവർക്ക് ഇനി അത്ഭുതങ്ങൾ ചെയ്തുകൂടെ? അവർക്ക് ഇനി സുവിശേഷീകരണത്തിന് പോയിക്കൂടെ? അവർക്ക് ഇനി മിറക്കിൾ ചെയ്തുകൂടെ? മരിച്ചവരെ ഉയർപ്പിച്ചുകൂടെ? പക്ഷെ ഇവരാരും മിനിസ്ട്രിയിൽ ഇറങ്ങിയില്ല. പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ടും അവർ മിനിസ്ട്രിയിൽ ഇറങ്ങിയില്ല. പരിശുദ്ധാത്മാവിനെ ലഭിച്ചിട്ടും അവർ മിഷൻ ഫീൽഡിലേക്ക് ഇറങ്ങിയില്ല. അവർ സാക്ഷിയാകാൻ ഇറങ്ങിയില്ല. നോക്കിക്കേ, ഇതേ യേശു ക്രിസ്തു തന്നെ ഊതി പരിശുദ്ധാത്മാവിനെ കൊടുത്ത ഇതേ യേശു ക്രിസ്തു തന്നെയാണ് അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായത്തിന്റെ 4-ാം വാക്യത്തിൽ ഒലിവുമലയിൽ നിന്ന് ശിഷ്യന്മാരോട് പറയുന്നത്. എന്ത് പറയുന്നത്? നിങ്ങൾ യെരുശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം. എന്തിനെ കുറിച്ചാണ് പറയുന്നത്? അത് 5-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, ഇനി ഏറെ നാൾ കഴിയും മുമ്പേ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും. അപ്പൊ 4-ാം വാക്യം
പറയുന്നത് പരിശുദ്ധാത്മാനത്തെ കുറിച്ചാണെന്ന് 5-ാം വാക്യം വ്യക്തമാക്കുന്നു. അങ്ങനെയെങ്കിൽ എന്റെ ചോദ്യം, സ്തോത്രം, ഊതി പരിശുദ്ധാത്മാവിനെ കൊടുത്ത അതേ യേശു തന്നെ അതേ സ്വർഗാരോഹണം കഴിഞ്ഞ പിതാവിന്റെ അടുത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ ഒലിവുമലയിൽ വെച്ച് അവസാനമായിട്ട് അവരോട് പറയുകയാണ്, ഞാൻ ഊതി നൽകിയ ആത്മാവ് ഉണ്ടെന്നും പറഞ്ഞ് ശുശ്രൂഷയ്ക്ക് ഇറങ്ങരുത്, ഞാൻ ഊതി നൽകിയ ആത്മാവ് ഉണ്ടെന്നും പറഞ്ഞ് മിഷൻ ഫീൽഡിൽ ഇറങ്ങരുത്, പിന്നെ ശുശ്രൂഷയ്ക്ക് ഇറങ്ങണമെങ്കിൽ, സാക്ഷിയാകണമെങ്കിൽ ഊതി ലഭിച്ച ആത്മാവ് പോരാ, പിന്നെയോ കാത്തിരുന്ന് നിങ്ങൾ ആത്മസ്നാനം പ്രാപിക്കണം, കാത്തിരുന്ന് നിങ്ങൾ ആത്മനിറവ് പ്രാപിക്കണം. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ആത്മാവിനെ പ്രാപിക്കുന്നതും ആത്മാവിന്റെ നിറവ് പ്രാപിക്കുന്നതും രണ്ടും രണ്ട് സമയങ്ങൾ, രണ്ട് അവസ്ഥകളാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ആത്മാവിനെ പ്രാപിക്കുന്നതല്ല ആത്മാവിന്റെ നിറവ്. സ്തോത്രം. ഇനി അതിന് മറ്റൊരു തെളിവൂടെ വേണമെങ്കിൽ പറയാം. സ്തോത്രം. അപ്പോസ്തലപ്രവൃത്തി 8-ാം അധ്യായത്തിൽ അത് ഫിലിപ്പോസ് ശമരിയിൽ പോയി ശുശ്രൂഷിച്ചു, അവിടെ ഒരു സഭയുണ്ടായതായി കാണാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. നിങ്ങൾ 8-ാം അധ്യായം വായിക്കുമ്പോൾ ശമരിയിൽ ഒരു വലിയ ഉണർവുണ്ടായി. സ്തോത്രം. ആ ഉണർവുണ്ടായപ്പോൾ, സ്തോത്രം, പല ആളുകളും 8-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിൽ, സ്തോത്രം, ആ ശമരിയിലുള്ള മന്ത്രവാദിയായ ശീമോൻ ഉൾപ്പെടെയുള്ള ആളുകൾ വിശ്വസിച്ച് സ്നാനമേറ്റ് ഫിലിപ്പോസിനോട് ചേർന്ന് നിന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ അതിന്റെ അർത്ഥം എന്താ? അവർ വിശ്വസിച്ചു, സ്നാനമേറ്റു, ഫിലിപ്പോസിനോട് ചേർന്ന് എന്ന് പറഞ്ഞ ഒരു സഭയായി തീർന്നു. എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചെന്ന് പറഞ്ഞപ്പോഴേ അവർ രക്ഷിക്കപ്പെട്ടു. അതെ, 2, അവർ സ്നാനമേറ്റു, ഇപ്പൊ ഒരു സഭയായി. അപ്പൊ ഓൾറെഡി അവരിൽ പരിശുദ്ധാത്മാവ് വന്നതുകൊണ്ടാണല്ലോ അവർ രക്ഷിക്കപ്പെട്ടത്, അവരിൽ പരിശുദ്ധാത്മാവ് വന്നതുകൊണ്ടാണല്ലോ അവർ സ്നാനപ്പെട്ടത്. പക്ഷേ ഈ അതേ ആളുകൾക്ക് നിങ്ങൾ വീണ്ടും താഴോട്ട് വായിക്കുമ്പോൾ 16 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അന്ന് വരെ അവരിൽ ആരുടെ മേലും ആത്മാവ് വന്നിരുന്നില്ല. കണ്ടോ, അവിടെ എഴുതിയിരിക്കുക, അയ്യോ രക്ഷിക്കപ്പെട്ടെന്ന് പറഞ്ഞ്, സ്നാനപ്പെട്ടെന്ന് പറഞ്ഞ് ഇവരുടെ മേലെ ആത്മാവ് വന്നില്ലെന്നോ? അതെന്തൊരു വർത്തമാനമാ. സ്തോത്രം. അയ്യോ, രക്ഷിക്കപ്പെടുവാനുള്ള ആത്മാദിവാസം അവരിലുണ്ടായി, അവർ പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു, പക്ഷെ ആത്മാവ് വന്നില്ല എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? ആത്മസ്നാനത്തെ കുറിച്ചാണ്, ആത്മാവിന്റെ നിറവിനെ കുറിച്ചാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം വ്യക്തമായി ഞാൻ പറയാം, ഇത് രണ്ടും രണ്ടാണ്. അതുകൊണ്ട് എന്തല്ല പരിശുദ്ധാത്മാവിന്റെ നിറവ് എന്ന് ചോദിച്ചാൽ, പരിശുദ്ധാത്മാവിന്റെ നിറവ് ഏതെങ്കിലും ഒരു വൈകാരികമായിട്ടുള്ള അനുഭൂതി ഉളവാക്കുന്ന ഒരു അനുഭവമല്ല. പരിശുദ്ധാത്മാവിന്റെ നിറവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക എന്നുള്ളത് അല്ല. സ്തോത്രം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞ് ഓടാം. പരിശുദ്ധാത്മാവിന്റെ നിറവ് എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ സ്നാനം അല്ല. സ്തോത്രം. അതുകൊണ്ടാണ് ഇതിനെ വേർതിരിച്ച് പഠിപ്പിക്കുന്നത്. എന്താണ് പരിശുദ്ധാത്മാവിന്റെ സ്നാനം? എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ സമയമില്ലാതെ മറ്റൊരു ഉപദേശ വിഷയമാണെങ്കിലും ഒരു വാക്യം നിങ്ങളെ ചൂണ്ടിക്കാണിക്കാം. അതായിരിക്കും പരിശുദ്ധാത്മാവിന്റെ സ്നാനം. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. ഇതാണ് പരിശുദ്ധാത്മാവിന്റെ സ്നാനം. നിങ്ങൾ അതൊന്ന് വായിച്ചിട്ട് മനസ്സിലാക്കണം. ഇനി എനിക്ക് സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഓടിച്ചു പോകാത്തത്. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രന്മാരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഓരോ ആത്മാവിനെ പാനം ചെയ്തിരിക്കുന്നു. ഇതാണ് ആത്മസ്നാനം. 1 കൊരിന്ത്യർ 12:13 പറഞ്ഞിരിക്കുന്നതാണ് ആത്മസ്നാനം എന്ന് പറഞ്ഞാൽ ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ലാതെ, യഹൂദനെന്നോ യവനനെന്നോ ജാതിയെന്നോ ദാസനെന്നോ സ്വതന്ത്രനെന്നോ ഒരു വ്യത്യാസമില്ലാതെ ഇവരെ എല്ലാവരെയും കൂടെ ചേർത്ത് ക്രിസ്തുവേശുവിന്റെ ഏക ശരീരമാക്കിയത് ആത്മാവിന്റെ സ്നാനത്താലാണ്. സ്തോത്രം. അപ്പോൾ എങ്ങനെയാണ് ആത്മസ്നാനം എന്നുള്ളത്, എന്തിനാണ് ആത്മസ്നാനം എന്നുള്ളത് ഒറ്റ വാക്യത്തിൽ പറയുന്നു. അതുകൊണ്ട് ഞാൻ മടങ്ങി വരട്ടെ. ആത്മാവിന്റെ നിറവെന്ന് പറയുന്നത് ആത്മസ്നാനമല്ല. സ്തോത്രം. ഇനി നമുക്ക് നോക്കാം. അപ്പോൾ എന്താണ് ആത്മാവിന്റെ നിറവ്? ഇതല്ല ആത്മനിറവെങ്കിൽ പിന്നെ എന്താണ് ആത്മാവിന്റെ നിറവ്? സ്തോത്രം. ഇതല്ല ആത്മാവിന്റെ നിറവെങ്കിൽ, വൈകാരികമായ ഒരു അനുഭൂതി അല്ല എങ്കിൽ, പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതല്ലെങ്കിൽ, പരിശുദ്ധാത്മാവിന്റെ സ്നാനമല്ലെങ്കിൽ പിന്നെ എന്തായിരിക്കാം ആത്മാവിന്റെ നിറവ്? സ്തോത്രം. സ്തോത്രം. ഈ ഭാഗത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ പൗലോസ്ലീഹ വളരെ വ്യക്തമായിട്ട് ഈ എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുകയാണ്, സ്തോത്രം, അത് വീഞ്ഞ് കുടിച്ചു മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ, ആത്മാവിൽ നിറഞ്ഞവരായി. നിങ്ങൾ ഈ നിറവെന്നുള്ള പദം എനിക്ക് തോന്നുന്നു പുതിയ നിയമത്തിൽ ഒത്തിരി നിറവുകളെ കുറിച്ച് പറയുന്നുണ്ട്, നിരവധി നിറവുകളെ കുറിച്ച് പറയുന്നുണ്ട്. സ്തോത്രം. അതിൽ ചില നിറവുകളെ കുറിച്ച് ഞാൻ ഇന്നലെ പറഞ്ഞു. സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 26-ാമത്തെ വാക്യത്തിൽ ഭയം നിറഞ്ഞു എന്ന് പറയുന്നുണ്ട്. ലൂക്കോസ് 5:26 ഭയം നിറഞ്ഞു. സ്തോത്രം.
യോഹന്നാൻ 16:6 പറയുന്നുണ്ട്, ദുഃഖം നിറഞ്ഞു. യോഹന്നാൻ 16:6 ദുഃഖം നിറഞ്ഞു. ലൂക്കോസ് 6:11 പറയുന്നുണ്ട്, ഭ്രാന്ത് നിറഞ്ഞു. സ്തോത്രം. വേറെ ഒരു ഭാഗത്ത് കോപം നിറഞ്ഞു, അസൂയ നിറഞ്ഞു, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ വിവിധ നിറവുകളെ കുറിച്ച് പറയുന്നുണ്ട്. സ്തോത്രം. എന്നിട്ട് ഇവിടെ പൗലോസ് പറയുന്നത് വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. 2 കൽപ്പനകളാണ് ഈ 18-ാം വാക്യത്തിൽ പറയുന്നത്. ഒന്നാമത്തെ കൽപ്പനയാണ് വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. രണ്ടാമത്തെ കൽപ്പനയാണ് ആത്മാവിൽ നിറഞ്ഞവരാകുവേൻ. സ്തോത്രം. നോക്കുക, ഈ എന്തിനാൽ നിറയപ്പെടുന്നു എന്നുള്ളതാണ് വിഷയം. സ്തോത്രം. ഈ നിറവ് എന്നുള്ളതിൽ നാം എന്തിനാൽ നിറയപ്പെടുന്നു എന്നുള്ളതാണ് വിഷയം. നമ്മൾ എന്തിനാൽ നിറയുന്നോ ആ നിറയുന്നതിൻ്റെ സ്വാധീനത്തിലേക്ക് നാം വരികയാണ്. സ്തോത്രം. അത് തെളിയിക്കാൻ വേണ്ടിയാണ് ഇവിടെ വീഞ്ഞിനെ ആത്മനിറവുമായി കമ്പയർ ചെയ്ത് പൗലോസ് നമുക്ക് മനസ്സിലാക്കാനുള്ള എക്സാമ്പിളിലൂടെയാണ് സംസാരിക്കുന്നത്. നാം എന്തിനാൽ നിറയപ്പെടുന്നോ ആ നിറയപ്പെടുന്നതിന്റെ സ്വാധീനത്തിലേക്ക് നമ്മൾ വരും. അതിന് യാതൊരു തർക്കവുമില്ല. സ്തോത്രം. ഞാനത് ഒന്ന് വ്യക്തമാക്കാം. സ്തോത്രം. ഒരാൾ വീഞ്ഞു കുടിച്ച് അവർ മത്തരായി കഴിഞ്ഞാൽ അദ്ദേഹം ആ വീഞ്ഞിന്റെ സ്വാധീനത്തിലേക്ക് വരികയാണ്. സ്തോത്രം. സ്വാധീനത്തിലേക്ക് വരിക എന്ന് മാത്രമല്ല, ദുർനടപ്പുകളിലൂടെ തെറ്റായ ജീവിത ശൈലിയിലേക്ക് അദ്ദേഹം പോകും. സ്തോത്രം. ഇത് പറഞ്ഞിട്ട് പൗലോസ് പറയുകയാണ്, നിങ്ങൾ അങ്ങനെ പോകാതെ നിങ്ങൾ ആത്മാവിനാൽ നിറഞ്ഞ് ആത്മാവിന്റെ സ്വാധീനത്തിലേക്ക് വന്ന് ആത്മാവിന്റെ നിയന്ത്രണത്തിലേക്ക് വന്ന് നിങ്ങൾ ആത്മാവിന്റെ ഫലം കായ്ക്കുന്നവരായിരിക്കണം. ഇതാണ് പൗലോസ് ഉദ്ദേശിക്കുന്നത്. ഞാൻ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഈ വീഞ്ഞും ആത്മാവും തമ്മിലൊരു കമ്പാരിസൺ ഞാനൊന്ന് പറയാം. വീഞ്ഞും ആത്മാവും തമ്മിലൊരു കമ്പാരിസൺ പറയാം. ഞാൻ അങ്ങനെ പറയുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിന്റെ ചരിത്രം ഞാനൊന്ന് വായിച്ചു പഠിച്ചപ്പോൾ അതിനെക്കുറിച്ച് ചില ബൈബിൾ സ്കോളേഴ്സ് പറയുന്നത്, പണ്ട് റോമൻ ഗ്രീക്ക് മതങ്ങൾക്കകത്ത് മതപരമായ അനുഷ്ഠാനങ്ങളിൽ മതപരമായ ചൈതന്യം അവർക്കുണ്ടാകേണ്ടതിന് വേണ്ടി മദ്യം ഉപയോഗിക്കുന്ന ഒരു പതിവ് ചില റോമൻ ഗ്രീക്ക് മതങ്ങളിൽ ഉണ്ടായിരുന്നു എന്നാണ് ചില ബൈബിൾ സ്കോളേഴ്സ് പറയുന്നത്. സ്തോത്രം. ഇത് നമുക്കൊരു പുതിയ അറിവായിരിക്കാം. പക്ഷേ പൗലോസ് ലേഖനം എഴുതുന്ന ആ ലേഖനത്തിന് അനുവാചകരായ എഫെസോസിലെ വിശ്വാസികൾക്ക് ഇതൊരു പുതിയ അറിവല്ല. സ്തോത്രം. കാരണം അവർ അന്ന് ജീവിച്ചിരുന്ന സാഹചര്യങ്ങളിൽ, അവർ ജീവിച്ചിരുന്ന പശ്ചാത്തലങ്ങളിൽ പല മതങ്ങളിലും, റോമൻ ഗ്രീക്ക് പല മതങ്ങളിലും അവരുടെ മതപരമായ വിഷയങ്ങളിൽ ചൈതന്യം ഉണ്ടാകാൻ മദ്യം ഉപയോഗിക്കുന്ന പതിവ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഇത് എഴുതുമ്പോൾ അവർക്കത് പെട്ടെന്ന് ഗ്രഹിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ടാണ് പൗലോസ് ഈ വീഞ്ഞ് എന്നുള്ള വിഷയത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അതിനെ ആത്മാവുമായി കമ്പയർ ചെയ്യുന്നതെന്നാണ് വേദചിന്തകന്മാർ ഈ വിഷയത്തെക്കുറിച്ച് അഭിപ്രായപ്പെടുന്നത്. ഇനി എന്തിനേറെ പറയുന്നു, നമ്മുടെ നാട്ടിലും നിങ്ങൾ ഓർത്ത് വയ്ക്കുകയും ഒരുമാതിരിപ്പെട്ട മതങ്ങളുടെ എല്ലാ ചടങ്ങുകൾക്കകത്തും മദ്യമില്ലാത്ത ഒരു മതപരമായ ചടങ്ങും ഇല്ല. സ്തോത്രം. ഇപ്പൊ ഒരു സെലിബ്രേഷൻ കഴിഞ്ഞു, ഓണം സെലിബ്രേഷൻ. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ സഹോദരനോട് പറഞ്ഞു, ഓണം സെലിബ്രേഷനിൽ ഏറ്റവും കൂടുതൽ ഗവൺമെന്റിന്റെ ബിവറേജസ് വിറ്റുപോയത് ഓണം ഒരു കോടികളുടെ കണക്കാണ് പറഞ്ഞത്. അപ്പം അത് ആ സെലിബ്രേഷൻ മദ്യമില്ലാതെ മുന്നോട്ട് പോകുന്നില്ല. സ്തോത്രം. പെരുന്നാളുകളാകട്ടെ, ഉത്സവങ്ങളാകട്ടെ, ഞങ്ങളുടെ നാട്ടിലൊക്കെ ഒരു പ്രത്യേക പാർട്ടികളുടെ ചില ജന്മദിനം ആഘോഷിക്കുന്ന ഉത്സവമുണ്ട്. അപ്പോഴും എല്ലാവരും പറയാറുണ്ട് ഒരു 3-4 കത്തിക്കുത്ത് കാണുമെന്ന്. കാരണം മദ്യമില്ലാതെ നമുക്ക് റോഡിൽ കൂടെ പോകാൻ പറ്റുകയില്ല. കാരണം വണ്ടി കൊണ്ട് പോലും പോകാൻ പറ്റില്ല. ഇവരെ റോഡ് അളന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയാണ് നടക്കുന്നത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ അവരുടെ മതപരമായ കാര്യങ്ങൾക്കകത്ത് ഇതില്ലാതെ മുന്നോട്ടൊരു ജീവിതം അവർക്കില്ല. സ്തോത്രം. ഇത് നമ്മുടെ നാട്ടിൽ പോലും ഇത് നമ്മൾക്ക് ജസ്റ്റ് ചുമ്മാ നമ്മുടെ ചുറ്റുപാടൊന്ന് വീക്ഷിച്ചാൽ കാണാൻ കഴിയുന്ന ഒരു കാര്യമാണ്. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ പൗലോസ് എഫെസോസിലെ വിശ്വാസികളോട് പറയാം, നിങ്ങൾ പാർക്കുന്ന ദേശത്ത് നിങ്ങളുടെ ചുറ്റുപാടുകളിൽ റോമൻ ഗ്രീക്ക് മതങ്ങളിൽ പലരും മതപരമായി ചൈതന്യമുണ്ടാകാൻ മദ്യം ഉപയോഗിക്കുന്നു. അവർ ആ മദ്യത്തിന്റെ സ്വാധീനത്തിൽ, നിയന്ത്രണത്തിലൂടെ അവർ സഞ്ചരിക്കുന്നു. എന്നാൽ നിങ്ങൾ ഇപ്പോൾ വിശ്വാസികളാണ്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടവരാണ്, നിങ്ങൾ ദൈവസഭയ്ക്ക് വന്നവരാണ്. നിങ്ങൾ അതുപോലെ പോകാൻ പാടില്ല. പകരം അത് മദ്യം നിങ്ങളിൽ നിറയുന്നതിന് പകരം, മദ്യത്തിന്റെ സ്വാധീനത്തിലേക്ക് നിങ്ങൾ വരുന്നതിന് പകരം വീഞ്ഞിന്റെ
സ്വാധീനത്തിലേക്ക് വരുന്നതിന് പകരം സഭയ്ക്കകത്ത് വന്നാൽ മദ്യത്തിനും വീഞ്ഞിനും പകരം നിങ്ങൾ ആത്മാവിൽ നിറയുന്നവരാകണം. സ്തോത്രം. നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞ് ജീവിക്കണം. നിങ്ങൾ ആത്മാവിൽ നിറഞ്ഞാൽ മാത്രമേ, നിങ്ങൾക്ക് ആത്മാവിന്റെ നിയന്ത്രണത്തിൽ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് ദൈവത്തെ സ്തുതിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തെ ആരാധിക്കുവാനും കഴിയൂ എന്നുള്ള കനത്ത പ്രബോധനമാണ് പൗലോസ് ഈ വാക്യത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. സ്തോത്രം. ഞാൻ ആ വിഷയത്തിലേക്ക് ഒന്ന് വരികയാണ്. സ്തോത്രം. നമുക്ക് ആ വിഷയം കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്താലേ അതിൻ്റെ ഡീപ്പായിട്ടുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. സ്തോത്രം. ഈ വീഞ്ഞും, ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, വീഞ്ഞും അത് ആത്മനിറവും, ഇത് രണ്ടും തമ്മിലുള്ള കമ്പാരിസണിൽ ഒന്നാമതായി ഞാൻ കൊണ്ടുവരുന്നത് വീഞ്ഞും ആത്മാവിന്റെ നിറവും, ഇത് രണ്ടും മനുഷ്യനെ സ്വാധീനിക്കുന്ന കാര്യങ്ങളാണ്. അതാണ് ഒന്നാമത്തെ കാര്യം. സ്തോത്രം. ഇത് രണ്ടും മനുഷ്യനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന, സ്വാധീനിക്കുന്ന കാര്യമാണ്. സ്തോത്രം. അത് വളരെ വ്യക്തമായിട്ട് ഞാനത് പറയാം. വീഞ്ഞ് ആളുകളെ സ്വാധീനിക്കും. അത് കുടിച്ചു കഴിഞ്ഞാൽ ആ കുടിക്കുന്നവനെ ആ വീഞ്ഞ് സ്വാധീനിക്കും. ഇതുപോലെ തന്നെ ആത്മാവ് ഒരാളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ ആത്മാവ് ആ വ്യക്തിയെ സ്വാധീനിക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല. സ്തോത്രം. ഇനി അതിന്റെ കാര്യം എന്താന്ന് പറഞ്ഞാൽ, ഈ വീഞ്ഞ് ഒരാൾ കുടിക്കുമ്പോൾ, ആ വീഞ്ഞ് അവരെ സ്വാധീനിക്കുമ്പോൾ, ആ വീഞ്ഞ് അവരെ കൊണ്ടുപോകുന്ന നിയന്ത്രണത്തിലാണ് അവർ പോകുന്നത്. എന്നാൽ ആത്മാവ് ഒരാളെ സ്വാധീനിച്ചു കഴിഞ്ഞാൽ അവൻ സാധാരണഗതിയിൽ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാൻ ആത്മാവ് അവനെ പ്രാപ്തനാക്കി മാറ്റുകയാണ്. സ്തോത്രം. നോക്കിക്കേ, അങ്ങനെയെങ്കിൽ വീഞ്ഞൊരാൾ കുടിച്ച വീഞ്ഞിന്റെ സ്വാധീനത്തിൽ വന്നു കഴിഞ്ഞാൽ അവൻ പല കാര്യങ്ങളും ചെയ്യും. നിങ്ങൾ ഓർത്ത് നോക്കിക്കേ, ഇവൻ വീഞ്ഞു കുടിക്കാതെ പച്ചയ്ക്ക് നിൽക്കുന്ന സമയത്ത് അത് ഇവൻ ചെയ്യുന്ന കാര്യങ്ങളല്ല. വീഞ്ഞു കുടിച്ചു കഴിഞ്ഞാൽ, വീഞ്ഞിന്റെ സ്വാധീനത്തിൽ വന്നു കഴിഞ്ഞാൽ അവൻ ഏത് പോലീസ് സ്റ്റേഷനിൽ കയറി വേണേലും ആരെ വേണേലും ചീത്ത വിളിക്കും. സ്തോത്രം. അവന് ഒരു പ്രശ്നമില്ല, അവൻ എന്തും ചെയ്യാൻ മടിയില്ല. അത് വീഞ്ഞിന്റെ സ്വാധീനമാണ്. പക്ഷേ ഇതുപോലെ തന്നെ ആത്മാവിന്റെ നിറവ് ഒരാളുടെ മേൽ വന്നു കഴിഞ്ഞാൽ ഒരു മനുഷ്യൻ എന്ന നിലയിൽ അവർക്ക് ചെയ്യാൻ കഴിയാത്ത, സാധാരണഗതിയിൽ അവർക്ക് ചെയ്യാൻ കഴിയാത്ത പല കാര്യങ്ങളും അവർ ചെയ്യാൻ തുടങ്ങും. അതും ആത്മാവിന്റെ നിറവിന്റെ സ്വാധീനമാണ്. സ്തോത്രം. ഇത് രണ്ടുമുള്ള കമ്പാരിസൺ ഞാൻ പറഞ്ഞത്. അപ്പോൾ വീഞ്ഞും ആളുകളെ സ്വാധീനിക്കും, ആത്മാവിന്റെ നിറവും ആളുകളെ സ്വാധീനിക്കും. ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ പറയാം. സ്തോത്രം. വീഞ്ഞു കുടിച്ചിരിക്കുമ്പോൾ, അത് വീഞ്ഞു കുടിച്ചൊരാൾ മത്തനായിരിക്കുമ്പോൾ സാധാരണഗതിയിൽ സംസാരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി മത്തരായിട്ട് അത് അവർ സംസാരിക്കാൻ തുടങ്ങും. അവരുടെ പെരുമാറ്റത്തിൽ വ്യത്യസ്തത ഉണ്ടാകും. അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ചിലർ പറയല്ലേ, ഈ ആള് വീഞ്ഞു കുടിച്ചാൽ ആള് വളരെ പ്രശ്നക്കാരനാണ്, അല്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. പക്ഷെ വീഞ്ഞു കുടിച്ച് ഇവൻ വീഞ്ഞിനെ സ്വാധീനിക്കപ്പെട്ട് കഴിഞ്ഞാൽ അവൻ സാധാരണ വർത്താനം പറയുന്നവരല്ല. അവൻ ജനിച്ച കാലം മുതലുള്ള കാര്യങ്ങൾ പറയും. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ഒന്ന്. രണ്ട്, അവന്റെ പെരുമാറ്റം വളരെ വ്യത്യസ്തമായിരിക്കും. നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത പെരുമാറ്റമായിരിക്കും. അതാ വീഞ്ഞിന്റെ സ്വാധീനമാണ്. ഓക്കെ. എന്നാൽ ഇതുപോലെ തന്നെ ആത്മാവ് ഒരാളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ, സ്തോത്രം, ആത്മാവ് ഒരാളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ, ആത്മാവിന്റെ നിയന്ത്രണത്തിലൂടെയുള്ള, ആത്മാവിന്റെ നിറവിലുള്ള ആ ഒരു അതേ സ്വാധീനം അവരിൽ വന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്ന അറിയാമോ? അവർ അസാധാരണകരമായ പ്രവർത്തികൾ ചെയ്യാൻ തുടങ്ങും. ആ പ്രവർത്തികളാണ് അപ്പോസ്തല പ്രവൃത്തി 28 അധ്യായങ്ങളിൽ കാണുന്നത്. സ്തോത്രം. കേവലം മുക്കുവന്മാരായിരുന്ന 12 പേരുടെ മേൽ പരിശുദ്ധാത്മാവിന്റെ നിറവ് വന്നു കഴിഞ്ഞപ്പോൾ അവരെന്താ ചെയ്തത്? മനുഷ്യൻ എന്ന നിലയിൽ അത് സ്വാഭാവികമായി ചെയ്ത കാര്യങ്ങളല്ല അവർ ചെയ്തത്. പിന്നെയോ അസാധാരണകരമായ കാര്യങ്ങൾ. അത് ചെയ്യത്തക്ക രീതിയിൽ അവരുടെ പെരുമാറ്റത്തിൽ വ്യത്യാസം വന്നു, അവരുടെ വാക്കിൽ വ്യത്യാസം വന്നു, അവരുടെ രീതികൾ വ്യത്യാസം വന്നു. കാരണം അവർ അസാധാരണ ധൈര്യമുള്ളവരായി തീർന്നു. അതാണ് പ്രധാനപ്പെട്ട വിഷയം. അവർ അസാധാരണമായ ധൈര്യമുള്ളവരായി തീർന്നു. വായിക്കാം അപ്പോസ്തല പ്രവൃത്തികൾ. പെട്ടെന്ന് ഓടി വരാം. അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകം നമുക്ക് 4-ാം അധ്യായത്തിലേക്ക് വരാം. 13-ാം വാക്യം എൻ്റെ കൂടെ വായിച്ചു വരണമേ. അപ്പോസ്തല പ്രവൃത്തികൾ 4:13. സ്തോത്രം. അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും, അത് പദം അണ്ടർലൈൻ ചെയ്തോണം. അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കാണുകയാലും ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായ മനുഷ്യരെന്ന് ഗ്രഹിക്കാലും ആശ്ചര്യപ്പെട്ടു. അവർ യേശുവിനോട് കൂടെ ആയിരുന്നവർ എന്ന് അറിഞ്ഞു. അയ്യോ, എന്താ ഇതിന്റെ പ്രത്യേകത? സ്തോത്രം. ഈ ശിഷ്യന്മാരെ നമുക്ക് സുവിശേഷങ്ങളിൽ ഒന്ന് നോക്കാം. ഇവർ സുവിശേഷങ്ങളിൽ ഭീരുക്കളായിരുന്നു, വല്ലാത്ത ഭീരുത്വമുള്ളവരായിരുന്നു. അതുകൊണ്ടാണല്ലോ യേശുവിന്റെ ശിഷ്യന്മാരിൽ യോഹന്നാൻ ഒഴികെ
ഒറ്റ ശിഷ്യന്മാർ ക്രൂശിന്റെ ചുവട് വരെ ഉണ്ടായിരുന്നില്ല. എല്ലാവരും സ്വന്തത്തിലേക്ക് അവർ ചിതറിപ്പോയി. ഒരു മനുഷ്യരുണ്ടായിരുന്നില്ല. റീസൺ എന്താ? ഭീരുത്വം, ഭയം. സ്തോത്രം. ഭീരുത്വം, ഭയം. സ്തോത്രം. അതുകൊണ്ടാണല്ലോ ഒരു സ്ത്രീ കത്തിച്ചു വെച്ച തീയുടെ മുമ്പിലിരുന്ന് നീയും ആ നസ്രായന്റെ കൂടെ ഉള്ള ആളല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ അവനെ അറിയുന്നില്ലെന്ന് 3 പ്രാവശ്യം കോഴി കൂന്നതിന് മുമ്പ് തള്ളിപ്പറഞ്ഞതും തലമുടി പിച്ചിക്കീറിയതും പ്രാഗിയതും എല്ലാം ഈ ഭയമല്ലേ പത്രോസിൽ നിറഞ്ഞത്? അതെ, സംശയിക്കേണ്ട, ഭയമാണ് നിറഞ്ഞത്. സ്തോത്രം. പക്ഷെ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. ഈ ഭയം പത്രോസിൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസ് യേശുവിനെ വരെ തള്ളിപ്പറയുകയാണ്. സ്തോത്രം. അത് വിശ്വാസത്തിൽ നിന്ന് പുറകോട്ട് പോകുകയാണ്. ഇന്ന് രാത്രിയിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം. അതേ പത്രോസിനെ കുറിച്ചും അതേ യോഹന്നാനെ കുറിച്ചുമാണ് അപ്പോസ്തലപ്രവൃത്തി 4:13 പറയുന്നത്. അവർ പത്രോസിന്റെയും യോഹന്നാന്റെയും ധൈര്യം കണ്ട്, ഇവർ പഠിപ്പില്ലാത്തവരും സാമാന്യരുമായി ഈ മനുഷ്യർക്കാണ് ഇത്രയും വലിയ ധൈര്യമെന്ന് കണ്ട് അവർ എന്ത് ചെയ്തു? ആശ്ചര്യപ്പെട്ടെന്നാണ് പറയുന്നത്. അവർ എക്സൈറ്റ് ആയി പോയി. എന്താ അതിന്റെ കാര്യം എന്നറിയാമോ? ഞാൻ ഒറ്റ വാക്കിൽ പറയാം. മർക്കോസിന്റെ മാളിക മുറിയിൽ അത് പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ ആ ഭീരുത്വത്തിന്റെ ആത്മാവിനെ, ഭയത്തിന്റെ ആത്മാവിനെ വേരോടെ ഈ ശിഷ്യന്മാരുടെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് പിടിതു കളഞ്ഞു. സ്തോത്രം. ഇന്ന് രാത്രിയിൽ നിങ്ങൾക്കൊരു ഓഫർ ഞാൻ പറയുകയാ. പരിശുദ്ധാത്മാവിന്റെ ജെന്യുവിൻ ആയിട്ടുള്ള ഒരു ഫുൾഫിൽമെന്റ് ആണ് നിങ്ങളുടെ മേൽ വന്നിരിക്കുന്നതെങ്കിൽ, നിങ്ങളുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നതെങ്കിൽ, എല്ലാ ഭയത്തിൻ്റെതായിട്ടുള്ള സ്പിരിറ്റുകളും എല്ലാ ഭയത്തിന്റെ സ്വാധീനങ്ങളും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് പരിശുദ്ധാത്മാവ് പിഴുത് പുറത്തു കളയും. ഇന്ന് രാത്രി മുതൽ നിങ്ങൾക്ക് ഭയമില്ലാതെ ജീവിക്കാൻ, ഭയമില്ലാതെ ക്രിസ്തീയ ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സ്വാധീനിക്കാൻ പോകുകയാണ്. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയാം? നമ്മൾ ഭയങ്കര ഭയമുള്ള ആളുകളാണ്. പക്ഷെ നമ്മൾ ഇതിൻ്റെ കൂടെ പറയുകയും ചെയ്യും, ഞങ്ങൾ ആത്മാവിൽ നിറവിൽ ആരാധിക്കുന്നവർ, അത് പറയുകയും ചെയ്യും. ഇത് രണ്ടും കൂടെ യോജിക്കത്തില്ല പ്രിയരെ. സോറി, ഇത് രണ്ടും കൂടെ യോജിക്കത്തില്ല. സ്തോത്രം. ഒന്നെങ്കിൽ നിങ്ങളുടെ ആത്മനിറവ് ജെനുവിനായിരിക്കത്തില്ല. സ്തോത്രം. അതല്ലെങ്കിൽ നിങ്ങളത് പ്രാപിച്ചു കാണത്തില്ല. ഞാൻ നിങ്ങളോട് പറയാം, ചില ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരെന്തെങ്കിലും ടി വിക്കകത്താകട്ടെ ഒരു ഒരു പത്രം വായിക്കുമ്പോൾ എന്തെങ്കിലും ഒരു രോഗത്തിൻ്റെ ലക്ഷണങ്ങൾ അവർ വായിച്ചു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ശരീരത്തിൽ കൊതുക് കടിച്ചതിൻ്റെ ഒരു തടുപ്പ് കണ്ടാൽ പിന്നെ അവർക്ക് ടെൻഷനാണ്. ക്യാൻസർ ആണോ? അയ്യോ സ്തോത്രം, ഇനി ഇതിൻ്റെ തുടക്കമാണോ? ഒരു ഭയം. സ്തോത്രം. പല ആളുകളും ഇങ്ങനെ വിളിച്ച് പ്രാർത്ഥിക്കാൻ എന്നോട് ആവശ്യപ്പെടും. ഭയമാണ്. സ്തോത്രം. ചില ആളുകൾക്ക് ഈ ഭയത്തെ നമ്മൾ വിളിക്കുന്നത് ഫോബിയ എന്നാണ് വിളിക്കുന്നത്. മെഡിക്കൽ ശാസ്ത്രം അതിനെ വിളിക്കുന്ന പേരാണ് ഫോബിയ എന്നാണ് വിളിക്കുന്നത്. ഇത് ചില പിന്നെ മെഡിക്കൽ സയൻസ് പറഞ്ഞിരിക്കുന്നത് 700-700-ലധികം ടൈപ്പ് ഫോബിയകൾ ഉണ്ടെന്നാണ് പറയുന്നത്. 700 ഫോബിയാസ് എന്നാണ് പറയുന്നത്. ഈ അടുത്ത കാലത്തായിട്ട് സിംഗപ്പൂരിലുള്ള ഒരു കൂട്ടം ഡോക്ടേഴ്സ് പറഞ്ഞിരിക്കുന്നത് 7000-ഓളം ഫോബിയ ഉണ്ടെന്ന്. ശരിയല്ല. ചിലർക്ക് ലിഫ്റ്റ് കയറാൻ ഭയം, ചിലർക്ക് കാർ ഓടിക്കാൻ ലൈസൻസ് ഉണ്ട്, കാർ ഓടിക്കാൻ ഭയം, ചിലർക്ക് ഉയരത്തിലോട്ട് നോക്കാൻ ഭയം, ചിലർക്ക് താഴോട്ട് നോക്കാൻ ഭയം, ചിലർക്ക് ഒറ്റയ്ക്ക് ഇരിക്കാൻ ഭയം. അയ്യോ എനിക്കറിയത്തില്ല. പലതരത്തിലുള്ള ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ ഭയം, ആ വേദി കയറി നിന്നിട്ട് പ്രസംഗിക്കാൻ, ചിലർ പ്രസംഗിക്കാൻ കയറിയാലും കണ്ണടച്ചേ പ്രസംഗിക്കത്തുള്ളൂ, പാട്ട് പാടാൻ കയറുന്ന കണ്ണുറക്കത്തില്ല, ഭയം. ഇതൊക്കെ പല ടൈപ്പ് ഫോബിയാസുകളുണ്ട്. കുഞ്ഞെ, രക്ഷിക്കപ്പെട്ടെന്ന് പറയുന്ന നിന്റെ അകത്ത്, പരിശുദ്ധാത്മാവുണ്ടെന്ന് പറഞ്ഞ നിന്റെ അകത്ത് ഇപ്പോഴും ആ ഭയം കുടിയിരിക്കുന്നെങ്കിൽ ആത്മനിറവിന് എന്താണ് നിന്റെ ലൈഫിൽ സ്ഥാനം? ഇന്ന് രാത്രിയിൽ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ ഇത് വെറും ക്ലാസ്സായി എടുക്കാതെ നിന്റെ ജീവിതത്തിലേക്ക് ഇതിനെ ഒന്ന് അന്വർത്ഥമാക്കുക. പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി നിന്നെ ടേക്ക് ഓവർ ചെയ്യാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവിന്റെ നിറവ് ഇന്ന് രാത്രിയിൽ നിന്റെ ലൈഫിനകത്തേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങുമ്പോൾ നിന്നെ ഭരിക്കുന്ന അനധികൃതമായിട്ട് നിന്റെ ഉള്ളിൽ കയറിപ്പറ്റി, അൺഓതറൈസ്ഡ് ആയി കയറിപ്പറ്റി നിന്റെ വിശ്വാസം ചോർത്തി, നിന്റെ ആത്മവിശ്വാസത്തെ തകർത്ത്, നിന്റെ ധൈര്യത്തെ തകർത്ത് കളയുന്ന, നിന്റെ പൊട്ടൻഷ്യലും സ്കില്ലും ഇല്ലാതാക്കി തീർക്കുന്ന ആ പൈശാചിക സ്പിരിറ്റുകളെ ഇന്ന് രാത്രിയിൽ, ആ ഭയത്തിന്റെ സ്പിരിറ്റുകളെ വേരോടെ പിടിതു കളയാൻ ഇന്ന് രാത്രി ഒരു ആത്മനിറവ് അത്യാവശ്യമാണ്. ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങൾക്ക് ഭയമുണ്ടോ? സംശയിക്കേണ്ട. നിങ്ങളുടെ പുറകിൽ ഒരു ദുരാത്മാവുണ്ട്. നോ ടെൻഷൻ. അത് സംശയിക്കേണ്ട കാര്യമേ അല്ല, കൺഫേം ആണ്. എന്താ? തിമത്തിയോസിന്റെ ലേഖനം, 2 തിമത്തിയോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിൽ പൗലോസ് തിമത്തിയോസിനോട് പറയുന്നൊരു ഭാഗമുണ്ട്. 2 തിമത്തിയോസിന്റെ ലേഖനം 1-ാം അധ്യായത്തിലേക്ക് നിങ്ങൾ വരുമ്പോൾ അവിടെ 7-ാമത്തെ വാക്യത്തിൽ പൗലോസ് തിമത്തിയോസിനോട് പറയുകയാണ്. 2 തിമത്തിയോസ് 1:7, ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, അത് ശക്തിയുടെയും സ്നേഹത്തിന്റെയും സുബോധത്തിന്റെയും ആത്മാവിനെ അത്രേ ദൈവം നമുക്ക് തന്നത്.
എന്താ അവിടെ പറയുന്നത്? ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല. അപ്പം എന്താ അവിടെ പറയുന്നത്? ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് ദ സ്പിരിറ്റ് ഓഫ് ഫിയർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഭീരുത്വത്തിന്റെ പുറകിൽ ഒരു ആത്മാവ് ഉണ്ടെന്നുള്ള കാര്യം ഉറപ്പാണ്. സ്തോത്രം. അതിവിടെ എഴുതിയിരിക്കുകയാണ്. ഭീരുത്വത്തിന്റെ പുറകിൽ എന്തുണ്ട്? ഒരാത്മാവുണ്ട്. സ്തോത്രം. അപ്പോൾ നിങ്ങൾ ഭയപ്പെടുന്നുണ്ടെങ്കിൽ നിശ്ചയം നിങ്ങൾ ഭയപ്പെടുന്നതിന്റെ പുറകിൽ ഒരാത്മാവ് വർക്ക് ചെയ്യുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ ഏതെങ്കിലും ഒരു ഭയം നിങ്ങളെ വേട്ടയാടുന്നെങ്കിൽ സംശയിക്കേണ്ട. ആ ഭയം നിങ്ങളുടെ ഉള്ളിൽ ജനിപ്പിക്കുന്നതിന്റെ പിൻപിൽ ഒരു സ്പിരിറ്റ് വർക്കാകുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ ആ സ്പിരിറ്റിനെ ആത്മാവിന്റെ നിറവിനാൽ മാത്രമേ ജയിക്കാൻ പറ്റൂ. ഈ രാത്രിയിൽ ആ നിറവ് പ്രാപിക്കാൻ എത്ര ദൈവമക്കൾ തയ്യാറാകുന്നുണ്ടെന്ന് അത് ഞാൻ അവരെ ഓർത്ത് കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഇനി ഇത് മാത്രമല്ല, ഈ സ്പിരിറ്റ് നിങ്ങളിൽ പ്രവേശിച്ചിട്ട് നിങ്ങൾക്ക് ഒരു വലിയ ഈ ഭയം നിങ്ങളിൽ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഭയം നിങ്ങളെ ദണ്ണിപ്പിച്ചുകൊണ്ടിരിക്കും. ഈ ഭയം നിങ്ങൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ദണ്ണിപ്പിച്ചുകൊണ്ടിരിക്കും. നിങ്ങൾ യോഹന്നാന്റെ ലേഖനം വായിക്കുമ്പോൾ അവിടെ വ്യക്തമായി യോഹന്നാന്റെ ലേഖനത്തിൽ യോഹന്നാൻ പറയുന്നുണ്ട്, നിങ്ങളുടെ അകത്ത് പ്രവേശിച്ച ഭയം നിങ്ങളെ ദണ്ണിപ്പിക്കുമെന്നാണ് പറയുന്നത്. സ്തോത്രം. അതാണ് ഈ ഭയം ഒരാളുടെ അകത്ത് കയറിയാൽ ആ ഭയം അവരെ ദണ്ണിപ്പിച്ചുകൊണ്ടിരിക്കും. സ്തോത്രം. ഞാൻ നിങ്ങളോട് സ്നേഹത്തിൽ പറയട്ടെ പ്രിയരെ, പലതരത്തിലുള്ള ദണ്ഡനം ഈ ഭയം അകത്ത് വന്നത് നിമിത്തം അവരുടെ ശരിയായിട്ടുള്ള കോൺഫിഡൻസ്, അവരുടെ ധൈര്യം, അവരുടെ ആത്മവിശ്വാസം, അവരിലെ ദൈവകൃപ ഇതൊന്നും പുറത്തു വരാതെ അവരെ ദണ്ണിപ്പിക്കുന്ന സ്പിരിറ്റുകൾ ചിലരുടെ അകത്ത് ഭയമായിരിക്കുന്നത് ഇന്ന് രാത്രിയിൽ ഒറ്റ ആത്മനിറവിനാൽ ആ കെട്ട് പൊട്ടിമാറാൻ പോകുകയാണ്. ചിലർ ഇന്ന് രാത്രി സ്വാതന്ത്ര്യം പ്രാപിക്കുന്ന രാത്രിയാകാൻ പോകുകയാ. ഇന്ന് രാത്രിയിൽ എത്ര പേർക്ക് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ആവശ്യമുണ്ട്? നോക്ക്, യേശുവിന്റെ ശിഷ്യന്മാർ ഭീരുക്കളായി പോയി സുവിശേഷത്തിൽ. പക്ഷേ ആ ഭീരുത്വം അവരുടെ വിശ്വാസത്തിൽ നിന്ന് പോലും അവരെ കൊണ്ടുപോയി. ഭയം വന്നു കഴിഞ്ഞാൽ വിശ്വാസം ചോരും. നമുക്കറിയാം, സുവിശേഷങ്ങളിൽ യേശുവിന്റെ ശിഷ്യന്മാർ കടലിലൂടെ യാത്ര ചെയ്യുമ്പോൾ കാറ്റും തിരമാലയും വീശിയപ്പോൾ അവർ കർത്താവിനോട് പറയുകയാണ്, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ? എന്തൊരു അബദ്ധം അവർ ചോദിച്ചത്. എടാ പത്രോസേ, യോഹന്നാനെ, കടലിന്റെ മീതെ നടക്കാൻ കപ്പാസിറ്റി ഉള്ളവൻ, നിങ്ങളെക്കുറിച്ച് വിചാരമുള്ളത് കൊണ്ട് മാത്രമാണ് ഈ മീനിന്റെ ഉളുമ്പ് നാറുന്ന പടകിന്റെ അറ്റത്ത് വന്ന് കിടക്കുന്നത്. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? എന്നിട്ട് അവർ ചോദിക്കുകയാണ്, അയ്യോ, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് ഞങ്ങളെക്കുറിച്ച് വിചാരമില്ലയോ? അവിടെ വ്യക്തമായിട്ട് ആ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്. സ്തോത്രം. അവരുടെ വിശ്വാസം ചോർത്തിക്കളഞ്ഞത് അവരുടെ ഭയമാണെന്ന് ആ ഭാഗത്ത് വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നിങ്ങൾ എത്ര വിശ്വാസത്തിൽ വർദ്ധിച്ച ആളുകളാണെങ്കിലും, വിശ്വാസത്തിൽ തീക്ഷ്ണതയുള്ളവരാണെങ്കിലും, ചില ഭയം നിങ്ങളുടെ അകത്ത് കയറിപ്പറ്റിയാൽ ആ സമയങ്ങളിൽ നിങ്ങൾക്ക് ദൈവത്തെ ആശ്രയിക്കേണ്ടതിന് പകരം നിങ്ങൾ വല്ലാതെ ഭയപ്പെടും. ആ ഭയം നിങ്ങളുടെ ഉള്ളിൽ കയറിയിട്ട് നിങ്ങളെ ദണ്ണിപ്പിക്കും. ഇന്ന് രാത്രിയിൽ അങ്ങനെയുള്ള ചില ഭയത്തിന്റെ സ്പിരിറ്റുകളെ ഇന്ന് രാത്രി ചിലരിൽ നിന്ന് വേരോടെ പിടിച്ചു കളയാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ നിറവ് ഈ സൂം മീറ്റിംഗിലൂടെ ചിലരുടെ മേൽ ഈ രാത്രി കൈമാറ്റം ചെയ്യപ്പെടാൻ പോകുകയാണ്. എത്ര ദൈവമക്കൾക്ക് ഇന്ന് രാത്രിയിൽ അത് പ്രാപിക്കാൻ കഴിയും. ഞാൻ മറ്റൊരു കാര്യം കൂടെ നിങ്ങളോട് പറഞ്ഞിട്ട് ഓടി വരാം. സ്തോത്രം. പത്രോസ് ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടത് ഒരു സ്ത്രീ കത്തിച്ചു വെച്ച തീയുടെ മുമ്പിൽ ഇരുന്നപ്പോഴാ. സ്തോത്രം. പക്ഷേ എന്നെ വളരെ ചിന്തിപ്പിച്ച കാര്യം എങ്ങനെയാണെന്നറിയാമോ? ഒരു സ്ത്രീ കത്തിച്ചു വെച്ച തീ പത്രോസിനെ വല്ലാത്ത രീതി ഭയപ്പെടുത്തി കളഞ്ഞു. ആ തീയുടെ മുമ്പിൽ പോയി പത്രോസ് ഇരുന്നതാ. പിന്നെ പത്രോസിനെ കാണുന്നത് പടകും വലയും എടുത്ത് പിന്മാറ്റത്തിലേക്ക് മീൻ പിടിക്കാൻ പോകുന്നതാ. കുഞ്ഞെ പത്രോസേ, ഒരു സ്ത്രീ കത്തിച്ചു വെച്ച തീയുടെ മുമ്പിൽ നീ പോയി ഇരുന്നപ്പോൾ നിന്റെ വിശ്വാസ ജീവിതം തന്നെ തകർന്നു പോയി. പക്ഷെ മർക്കോസിന്റെ മാളിക മുറിയിൽ മറ്റൊരു തീ കത്തി. അഗ്നിജ്വാലയ്ക്ക് പിറന്ന നാവ് പോലെ മറ്റൊരു തീ കത്തിയപ്പോൾ ഒരു ആത്മനിറവ് വന്നപ്പോൾ അപ്പോസ്തലപ്രവൃത്തി 2-ാം അധ്യായത്തിൽ എഴുതിയിരിക്കുകയാണ്, പത്രോസ് 11 പേരോടുകൂടെ എഴുന്നേറ്റു നിന്നത്. നോക്കിക്കേ, കുറച്ച് മാസങ്ങൾക്ക് മുമ്പ്, കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു സ്ത്രീ കത്തിച്ചു വെച്ച അന്യാഗ്നി നിന്നെ ശുശ്രൂഷയിൽ ഇരുത്തിക്കളഞ്ഞെങ്കിൽ ഇതാ മറ്റൊരു പരിശുദ്ധാത്മാവിന്റെ അഗ്നി ഒരു നിറവായിട്ട് അവിടെ വെളിപ്പെട്ടു വന്നപ്പോൾ പത്രോസിനെ ഇരുത്തിക്കളഞ്ഞ അന്യാഗ്നിയിൽ നിന്ന് പത്രോസ് എഴുന്നേൽക്കുകയാ. ഇന്ന് രാത്രി ആരോടോ ദൈവാത്മ പറയുന്നു, നിന്റെ ശുശ്രൂഷയ്ക്കകത്താകട്ടെ, നിന്റെ ജീവിതത്തിനകത്താകട്ടെ, സഭയിലാകട്ടെ, ഭൗതിക ആത്മിക മണ്ഡലങ്ങളിലാകട്ടെ, നിന്നെ ഇരുത്തിക്കളഞ്ഞതിൽ അന്യാഗ്നികൾ നിന്റെ ചുറ്റുമുണ്ടെങ്കിൽ ഇന്ന് രാത്രി നിന്നെ എഴുന്നേൽപ്പിക്കാൻ മറ്റൊരു പരിശുദ്ധാത്മാവിന്റെ നിറവ്, മറ്റൊരു ആത്മാവിന്റെ തീയ ഇന്ന് രാത്രി ചിലരുടെ മേൽ ചലിക്കാൻ പോകുന്നുണ്ട്. ഈ രാത്രിയിൽ വിശ്വസിക്കുക, നിങ്ങൾ ആത്മാവിന്റെ നിറവിന്റെ വിടുതലുകൾ പ്രാപിക്കാൻ ഞാൻ ആത്മാവ് നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത്,
ഈ ഭീരുക്കളായിരുന്ന, ഈ ധൈര്യമില്ലാതിരുന്ന ഇവരെ കണ്ടിട്ടാണ് പറയുന്നത്, ഇവരുടെ ധൈര്യം കണ്ട് അവിടെ ആളുകൾ ആശ്ചര്യപ്പെടുകയാണ്. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഒരാളുടെ മേൽ അത് ആത്മനിറവ് വന്നാൽ ആ ആത്മനിറവ് നിമിത്തം, സ്തോത്രം, എന്താ സംഭവിക്കുന്നത്? അവർ സാധാരണ സംസാരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി അവർ അസാധാരണകരമായ സംസാരത്തിലേക്ക്, അസാധാരണകരമായ ധൈര്യത്തിലേക്ക്, അസാധാരണകരമായ കാര്യങ്ങൾ ചെയ്യാൻ അവരെ ആത്മാവ് പ്രാപ്തമാക്കുകയാണ്. സ്തോത്രം. ഇനി മൂന്നാമത്തെ കാര്യം, വീഞ്ഞൊരാൾ കുടിച്ചാൽ ആ വീഞ്ഞ് അയാളുടെ ചിന്താശക്തിയെയും തീരുമാനത്തെയും പെരുമാറ്റത്തെയും ബാധിക്കുന്നു. ശരിയല്ലേ? ഈ വീഞ്ഞ് ഒരാൾ കുടിച്ചാൽ വീഞ്ഞിന്റെ സ്വാധീനം നിമിത്തം ആ കുടിക്കുന്നയാളുടെ ചിന്താശക്തിയെ ആ വീഞ്ഞ് ബാധിക്കുന്നുണ്ട്, അയാളുടെ തീരുമാനങ്ങളെ വീഞ്ഞ് ബാധിക്കുന്നുണ്ട്, അയാളുടെ പെരുമാറ്റത്തെ ബാധിക്കുന്നുണ്ട്. ഇതുപോലെ തന്നെ പരിശുദ്ധാത്മാവ് ഒരാളിൽ നിറഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിന്റെ തീരുമാനങ്ങളെ, നിന്റെ ചിന്താശേഷിയെ, സുബോധത്തോടുകൂടെ ചിന്തിക്കാൻ നിന്റെ ചിന്താശേഷിയെ പരിശുദ്ധാത്മാവ് ബലപ്പെടുത്തും. നിന്റെ തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കാൻ ആത്മാവ് നിന്നെ പ്രബലമാക്കും. എന്ന് മാത്രമല്ല, അയോഗ്യമായി ആരോടും പെരുമാറാതിരിക്കാൻ നിന്റെ പെരുമാറ്റം ഏറ്റവും ക്ലിയർ ആക്കാൻ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. കാരണം സ്നേഹത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ സ്നേഹം അയോഗ്യമായി ഒന്നും ചെയ്യുന്നില്ലെന്നാണ് എഴുതിയിരിക്കുന്നത്. സ്നേഹം എന്ന് പറഞ്ഞാൽ എന്താ? ആത്മാവിന്റെ ഫലമാണ് സ്നേഹം. അങ്ങനെയെങ്കിൽ ആത്മാവ് ഒരാളുടെ മേൽ നിറഞ്ഞാൽ ആ ആളിൽ നിന്ന് അയോഗ്യമായ ഒരു വർത്തമാനം വരത്തില്ല, ആ ആളിൽ നിന്ന് അയോഗ്യമായ ഒരു പെരുമാറ്റം ഉണ്ടാകത്തില്ല, ആ ആളിൽ നിന്ന് അയോഗ്യമായ ഒരു സംസാരം വരത്തില്ല. കാരണം അയാളുടെ ചിന്തയെയും തീരുമാനത്തെയും ബിഹേവിയറിനെയും പരിശുദ്ധാത്മാവിന്റെ നിറവ് വന്നു കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് അയാളെ സ്വാധീനിക്കുകയാണ്. സ്തോത്രം. അങ്ങനെയെങ്കിൽ ഈ മൂന്ന് കാര്യങ്ങൾ മറന്നു പോകരുത്. വീഞ്ഞ് ഒരാളിൽ വന്നു കഴിഞ്ഞാൽ ആ വീഞ്ഞിന്റെ സ്വാധീനം എന്താ സംഭവിക്കുന്നത്? സാധാരണ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യാൻ അയാളെ പ്രാപ്തമാക്കുന്നു. ഇതുപോലെ ആത്മാവ് ഒരാളിൽ വന്നാൽ ആ ആത്മാവ് സാധാരണമല്ലാത്ത രീതിയിൽ അസാധാരണകരമായ കാര്യങ്ങൾ ചെയ്യാൻ അവരെ പ്രാപ്തമാക്കുന്നു. വീഞ്ഞ് ഒരാളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ വീഞ്ഞ് അവരുടെ പെരുമാറ്റത്തിനകത്തുനിന്ന് അവരെ വ്യത്യസ്തരാക്കി മാറ്റുന്നത് പോലെ ആത്മാവിനാൽ നിറയപ്പെട്ടാൽ ആർക്കുമില്ലാത്ത ധൈര്യം, ആർക്കുമില്ലാത്ത അസാധാരണകരമായ ധൈര്യങ്ങൾ, പെരുമാറ്റങ്ങളിലേക്ക് നിങ്ങളെ ആത്മനിറവ് കൊണ്ടുപോകുന്നു. വീഞ്ഞ് ഒരാളിൽ വന്നാൽ അയാളുടെ ചിന്താശേഷിയെയും അയാളുടെ തീരുമാനത്തെയും പെരുമാറ്റത്തെയും ആ വീഞ്ഞ് സ്വാധീനിക്കുന്നെങ്കിൽ ഇതുപോലെ തന്നെ സുബോധമുള്ള ചിന്ത നൽകി തരാൻ, തീരുമാനങ്ങൾ ഉറച്ചു നിൽക്കാൻ, കൂടാതെ വണ്ണം അസാധാരണകരമായിട്ട് നല്ല അയോഗ്യമായല്ലാതെ യോഗ്യമായ പെരുമാറ്റങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ഈ വീഞ്ഞ് നിങ്ങളെ സ്വാധീനിക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായി പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്നു. സ്തോത്രം. ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് വേഗം തിരിച്ചു വരാം. നമ്മൾ ആ ഭാഗം വായിക്കുമ്പോൾ എഫെസ്യ ലേഖനം 5-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ വളരെ വ്യക്തമായി പറയുന്നുണ്ട്, ആത്മാവിൽ നിറഞ്ഞവരായി. സ്തോത്രം. 4 കാര്യങ്ങൾ പെട്ടെന്ന് ഇതിനകത്ത് ചിന്തിക്കാം. ഒന്ന്, മലയാളം ബൈബിൾ വായിക്കുമ്പം ഇതങ്ങ് വായിച്ചിങ്ങനെ അങ്ങ് വിട്ടുപോവുക. അങ്ങനെയാണ് ഈ മലയാളത്തിന്റെ എഴുത്തിന്റെ ഒരു പ്രത്യേകത. എന്താ? വീഞ്ഞു കുടിച്ചു മത്തരാകരുത്, ആത്മാവിൽ നിറഞ്ഞവരായി, ആത്മാവിൽ നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും ശ്രുതികളാലും ഇങ്ങനെ വായിച്ചു വിടുക. പക്ഷേ അതിൻ്റെ മൂലഭാഷയായി ഗ്രീക്കിലും ആംഗലേയ ഭാഷയിൽ, ഇംഗ്ലീഷ് ഭാഷയിലും നമ്മൾ വായിക്കുമ്പോൾ ഒരു കൽപ്പനാ സ്വരത്തിലാണ് ഇത് പറഞ്ഞിരിക്കുന്നത്. എന്ത് പറഞ്ഞിരിക്കുന്നത്? ആത്മാവിൽ നിറഞ്ഞവരാകുവീൻ. സ്തോത്രം. എന്ന് പറഞ്ഞാൽ ഇതൊരു കൽപ്പനാ സ്വരത്തിലാണ്. ബി ഫിൽഡ് വിത്ത് ദ സ്പിരിറ്റ് എന്ന് പറയുന്നത്. അങ്ങനെയെങ്കിൽ ഈ ആത്മ നിറവ് എന്നുള്ളത് ഒന്നാമത്തെ പോയിന്റായി ചിന്തിച്ചാൽ ഇതൊരു കൽപ്പനാസ്വരമാണ്, ഇതൊരു കൽപ്പനയാണ്. ഞാനിത് നിങ്ങളോട് പറയുമ്പോൾ ഒരു കാര്യം കൂടെ ഈ ഭാഗത്ത് പറയാം. സ്തോത്രം. ഇന്നലെ നമ്മൾ ന്യൂമറ്റോളജിയിലെ 6 പിരിവുകൾ ഞാൻ പറഞ്ഞു. ആത്മാദിവാസം, ആത്മസ്നാനം, ആത്മീയ അഭിഷേകം, ആത്മാവിന്റെ നിറവ്, ആത്മാവിന്റെ അച്ചാരം, ആത്മാവിന്റെ മുദ്ര. ഈ 6 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ 5 കാര്യങ്ങളും കൽപ്പനാസ്വരത്തിൽ പറഞ്ഞിട്ടില്ല. എന്താ അങ്ങനെ പറയാൻ കാര്യം എന്ന് ചോദിച്ചാൽ, ഈ 5 കാര്യങ്ങളും ദൈവമാണ് ചെയ്യുന്നത്. 5 കാര്യങ്ങളും ദൈവമാണ് ചെയ്യുന്നത്. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? പക്ഷേ ഈ പറഞ്ഞിരിക്കുന്ന ആത്മനിറവിൽ നമ്മളോട് കൽപ്പനാസ്വരത്തിൽ കൽപ്പിക്കാൻ കാരണം, ആത്മനിറവിൽ നമുക്ക് റോളുണ്ട്. ആത്മനിറവിൽ നാം വിധേയപ്പെട്ടാൽ മാത്രമേ ആത്മനിറവ് ചെയ്യാൻ കഴിയൂ.
പരിശുദ്ധാത്മ സ്നാനത്തിനോ പരിശുദ്ധാത്മാവിൽ നമ്മളെ മുദ്രയിടുന്നതിനോ അച്ചാരം ചെയ്യുന്നതിനോ അഭിഷേകം ചെയ്യുന്നതിനോ അത് പരിശുദ്ധാത്മാവിൻ്റെ അധിവാസത്തിനൊന്നും നമുക്ക് വലിയ റോളില്ല. പകരം പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നമുക്ക് വേണമെങ്കിൽ നമുക്ക് റോളുണ്ട്. നാം അതിന് വിധേയപ്പെടാതെ അത് ഒരിക്കലും നമ്മിൽ സംഭവിക്കത്തില്ല. സ്തോത്രം. അതുകൊണ്ടാണ് ഇതൊരു കൽപ്പനാ സ്വരത്തിൽ പറഞ്ഞിരിക്കുന്നത്, ആത്മാവിൽ നിറഞ്ഞവരാകുവീൻ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ ഈ ഭാഗം പരിശോധിച്ചാൽ ഇതൊരു ബഹുവചന സ്വരത്തിലാണ് ഈ പദം പറഞ്ഞിരിക്കുന്നത്, ഏകവചന സ്വരത്തിലല്ല പറഞ്ഞിരിക്കുന്നത്. ആ 18-ാം വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ആത്മാവിൽ നിറഞ്ഞവരായി എന്ന ബഹുവചന സ്വരത്തിലാണ് പറയുന്നത്. നിറഞ്ഞവരായി എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആത്മാവിൽ നിറഞ്ഞവരായി എന്ന് പ്ലൂറലായിട്ടാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. സ്തോത്രം. അങ്ങനെ എന്താണ് അങ്ങനെ പറയാൻ കാരണം? സ്തോത്രം. ഇവിടെ നിറയുവീൻ എന്നല്ല പറഞ്ഞത്, നിറഞ്ഞവരായി എന്നാണ് പറഞ്ഞത്. സ്തോത്രം. അപ്പോൾ ബഹുവചനത്തിൽ പറയാൻ കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇതേതെങ്കിലും ഒരു പ്രത്യേക വ്യക്തികൾക്ക് വേണ്ടിയുള്ള കാര്യമല്ല. ഏതെങ്കിലും ഒരു പ്രത്യേക കാറ്റഗറിക്ക് സഭയിലെ പാസ്റ്ററോ അല്ലെങ്കിൽ മൂപ്പനോ കമ്മിറ്റിക്കാരോ മാത്രം ചെയ്യേണ്ട കാര്യമല്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ നിറയുവീൻ എന്ന ഏകവചന സ്വരത്തിൽ പറഞ്ഞേനെ. ഇത് ബഹുവചന സ്വരത്തിൽ പ്ലൂറലായിട്ട് ഇത് നിറഞ്ഞവരായി എന്ന് ഉപയോഗിക്കാൻ കാരണം ഇതെല്ലാവരും അന്വർത്തിക്കേണ്ട കാര്യമാണ്. സഭയ്ക്കകത്ത് കുഞ്ഞു കുട്ടികൾ മുതൽ ആബാലവൃദ്ധമാളുകൾക്ക് ആർക്കും ഇതിനകത്തുനിന്ന് മാറി നിൽക്കാൻ അനുവാദമില്ല. എല്ലാവരും ആത്മനിറവ് പ്രാപിക്കണം എന്നുള്ളതാണ് ഇത് ബഹുവചന സ്വരത്തിൽ പറയാനുള്ള കാരണം. സ്തോത്രം. അത് കൂടാതെ മൂന്നാമതായിട്ട് നിങ്ങൾ ഈ പ്രയോഗം ശ്രദ്ധിച്ചാൽ മലയാള ഭാഷയിൽ അത്രയും കൃത്യമാകത്തില്ല, എങ്കിലും ഈ പ്രയോഗം നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഈ 18-ാം വാക്യത്തിന്റെ ഈ പ്രയോഗം ശ്രദ്ധിച്ചാൽ ഇതിനെ പാസീവ് വോയിസ് ആയിട്ടാണ് ഇത് പറയുന്നത്. സ്തോത്രം. ആംഗലേയ ഭാഷയിൽ പറഞ്ഞ പാസീവ് വോയിസ്, മലയാളത്തിൽ പറഞ്ഞാൽ ഒരു എന്താ പറയുന്നത്, കർമ്മണി പ്രയോഗം, അങ്ങനെയാണ് മലയാളത്തിൽ പറഞ്ഞത്. ഇതൊരു പാസീവ് വോയിസ് ടച്ചിലാണ് ആത്മാവിൽ നിറഞ്ഞവരായി എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു കർമ്മണി പ്രയോഗം എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരിക്കുന്നത്. സ്തോത്രം. ഞാൻ അതിൻ്റെ ഒരു കാരണം നിങ്ങളോട് പറയാം. സ്തോത്രം. ഇവിടെ അങ്ങനെ പറയാനുള്ള കാരണം, ഇതൊരു പാസീവ് വോയിസ് ആയിട്ട് ഇത് പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സ്തോത്രം, നിങ്ങളെ തന്നെ നിറയ്ക്കുവീൻ എന്നല്ല. സ്തോത്രം. അപ്പം ഈ ആക്റ്റീവ് വോയിസ്, രണ്ട് വോയിസ് അതിലുള്ള, പാസീവ് വോയിസും ആക്റ്റീവ് വോയിസും. ഇത് ആക്റ്റീവ് വോയിസിലായിരുന്നു ഈ 18-ാം വാക്യം കൊടുത്തിരിക്കുന്നത് എങ്കിൽ അവിടെ വരേണ്ടത് എങ്ങനെയാണെന്നറിയാമോ? നിങ്ങളെ ആത്മാവിൽ നിറയ്ക്കുവീൻ എന്നാണ് ആക്റ്റീവ് വോയിസിലാണെങ്കിൽ വരേണ്ടത്. സ്തോത്രം. പക്ഷെ പാസീവ് വോയിസിലായതുകൊണ്ട് ഇത് ഇംഗ്ലീഷ് ഭാഷാന്തരത്തിലും അതിൻ്റെ മൂലഭാഷയിലും കൊടുത്തിരിക്കുന്നത് നിങ്ങളെ തന്നെ ആത്മാവിൽ നിറയ്ക്കുവീൻ എന്നല്ല, പകരം കൊടുത്തിരിക്കുന്നത് നിങ്ങൾ ആത്മാവിൽ നിറയപ്പെടുവാൻ നിങ്ങൾ ആത്മാവിനെ അനുവദിക്കുവീൻ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. സ്തോത്രം. പരിശുദ്ധാത്മാവ് നിങ്ങളെ നിറയപ്പെടണമെങ്കിൽ, പരിശുദ്ധാത്മാവിനാലുള്ള നിറവ് നിങ്ങൾക്ക് വെളിപ്പെടണമെങ്കിൽ നിങ്ങൾ അതിന് പരിശുദ്ധാത്മാവിനെ അനുവദിക്കണം. നിങ്ങൾ അതിന് പരിശുദ്ധാത്മാവിന് വിധേയപ്പെടണം. നിങ്ങൾ അതിന് പരിശുദ്ധാത്മാവിന് കീഴ്പ്പെടുന്ന ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾ വരണം. അങ്ങനെ വന്നാൽ മാത്രമേ നിങ്ങളിൽ ആത്മനിറവ് വെളിപ്പെട്ടു വരികയുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, മുമ്പേ പറഞ്ഞില്ലേ, ഇത് ആത്മാവിൽ നിറയുവീൻ എന്ന് കൽപ്പിക്കാൻ കാരണം ഇവിടെ നമ്മളുടെ പാർട്ടുണ്ട്, നമുക്ക് റോളുണ്ട്. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഇത് പാസീവ് വോയിസിൽ പറഞ്ഞിരിക്കുന്നത് അതല്ല, ഇതൊരു ആക്റ്റീവ് വോയിസിലാണ് പറഞ്ഞിരിക്കുന്നതെങ്കിൽ നിങ്ങളെ തന്നെ ആത്മാവിൽ നിറയ്ക്കുവിൻ എന്നാണ് വരേണ്ടത്. പക്ഷേ ഇതൊരു പാസീവ് വോയിസിൽ പറയാൻ കാരണം നിങ്ങളെ തന്നെ ആത്മാവിൽ നിറയ്ക്കുവിൻ എന്നല്ല, പിന്നെയോ ആത്മാവ് നിങ്ങളെ നിറയ്ക്കുവാൻ വരുമ്പോൾ നിങ്ങൾ ആത്മാവിന്റെ നിറവ് നിങ്ങൾ വെളിപ്പെടുവാൻ നിങ്ങൾ അനുവദിക്കുവീൻ എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. അങ്ങനെങ്കിൽ ഈ ക്ലാസ്സിലൂടെ ആത്മനിർഭം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം പറഞ്ഞു, ആത്മനിർഭം ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന കാര്യമല്ല. എല്ലാ ദിവസവും, എല്ലാ മിനിറ്റിലും, എല്ലാ മണിക്കൂറിലും, പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ അത് തുടരേണ്ട ഒരു കാര്യമാണെങ്കിൽ എല്ലാ മിനിറ്റുകളിലും, എല്ലാ മണിക്കൂറുകളിലും, എല്ലാ സെക്കൻഡുകളിലും നിങ്ങളിൽ വലിയ ആത്മനിറവ് വരുവാൻ, പരിശുദ്ധാത്മാവ് നിങ്ങളിൽ നിറയപ്പെടുവാൻ, നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെ പരിശുദ്ധാത്മാവിന് അനുവദിച്ചു കൊടുക്കാൻ, പരിശുദ്ധാത്മാവിന് വിധേയപ്പെടുത്തി കൊടുക്കാൻ, പരിശുദ്ധാത്മാവിന് നിങ്ങൾ അത്
നിയന്ത്രണത്തിന് വിധേയപ്പെടുത്തി കൊടുക്കുവാൻ നിങ്ങൾ സമർപ്പിക്കപ്പെടുമെങ്കിൽ നിങ്ങൾക്ക് വലിയ ആത്മനിറവിലുള്ള, അതെ, ആത്മനിയന്ത്രണത്തിലുള്ള, ആത്മ നടത്തിപ്പിലുള്ള ഒരു ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അതിന് നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം, അതെ, പരിശുദ്ധാത്മാവിന് നിങ്ങൾ കീഴ്പ്പെടുക, പരിശുദ്ധാത്മാവിന് നിങ്ങൾ വിധേയപ്പെടുക എന്നുള്ളത് മാത്രമാണ്. സ്തോത്രം. ഒരു കാര്യം കൂടെ ഞാൻ വളരെ വ്യക്തമായി നിങ്ങളോട് പറയാം. സ്തോത്രം. അത് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സ്തോത്രം. നാലാമത്തെ കാര്യം, ഇതൊരു പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിലാണ് കൊടുത്തിരിക്കുന്നത്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഇത് തുടർമാനമായ ഒരു വ്യക്തിയിൽ സംഭവിക്കേണ്ട കാര്യമെന്നാണ് ഓർമ്മപ്പെടുത്തുന്നത്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്, ആത്മനിറവിന്റെ ഗൗരവത്വം എത്ര വലുതാണെന്നുള്ളതാണ് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തിയത്. സ്തോത്രം. ഇത് ഒരു കൽപ്പനാസ്വരമാണ്. ഇത് ബഹുവചന പ്രയോഗത്തിലാണ് കൊടുത്തിരിക്കുന്നത്. അത് മാത്രമാണ് ഇതൊരു പാസീവ് വോയിസിലാണ്. ഇതൊരു തുടർമാനമായി നടക്കേണ്ട പ്രോസസ് എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. സ്തോത്രം. ഇനി നമ്മൾക്ക് വായിച്ചാൽ 18-ാമത്തെ വാക്യം 19-ാം വാക്യം കൂടെ വായിച്ചാൽ അവിടെ ആത്മാവിന്റെ നിറവിലൂടെ ഉണ്ടാകുന്ന ഫലങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആത്മനിറവിലൂടെ ഉണ്ടാകുന്ന ഫലങ്ങൾ. സ്തോത്രം. 4 കാര്യങ്ങൾ അവിടെ സൂചിപ്പിക്കുന്നുണ്ട്. ദൈവം അനുവദിച്ചാൽ നമുക്ക് ജസ്റ്റ് ഞാനൊന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാം. നാളെ നമ്മൾ അതിന്റെ ഡീപ്പായ വശങ്ങളിലേക്ക് വരും. 4 കാര്യങ്ങൾ. ഒരു ആത്മനിറവ് ഒരാളിൽ ഉണ്ടാകുമ്പോൾ 4 കാര്യങ്ങൾ സംഭവിക്കുന്നു. ഒന്നാമത്തെ കാര്യം സ്പീക്കിംഗ്, സ്തോത്രം, സംസാരിക്കുക. രണ്ടാമത്തെ കാര്യം സിംഗിങ്, പാടുക. മൂന്നാമത്തെ കാര്യം താങ്ക്സ് ഗിവിംഗ്, നന്ദി പറയുക. നാലാമത്തെ കാര്യം സബ്മിറ്റിംഗ്, കീഴ്പ്പെടുക. സ്തോത്രം. ഇതാണ് പ്രായോഗിക വശങ്ങൾ. നാളെ നമ്മുടെ കടശി അവസാനത്തെ രാത്രി ആയതുകൊണ്ട് പ്രായോഗിക വശം മാത്രം നാളെ പറഞ്ഞ് അവസാനിപ്പിക്കും. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ആത്മനിറവ് ഒരാളിൽ വെളിപ്പെടുമ്പോൾ അവരിൽ ഉണ്ടാകുന്ന ഫലം, 1 സ്പീക്കിംഗ്, അവർ സംസാരിക്കുവാൻ തുടങ്ങും. 2 അവർ സിംഗിങ്, അവർ പാടുവാൻ തുടങ്ങും. 3 താങ്ക്സ് ഗിവിംഗ്, അവർ നന്ദി പറഞ്ഞു തുടങ്ങും. 4 അവർ കീഴ്പ്പെടുവാൻ, സബ്മിറ്റിംഗ്, അവർ കീഴ്പ്പെടുവാൻ തുടങ്ങും. ഈ 4 കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ആത്മനിറവ് നിമിത്തം, ആത്മ നിയന്ത്രണം നിമിത്തം, ആത്മ നടത്തിപ്പ് നിമിത്തം നിങ്ങൾ സംഭവിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ ജീവിതം നിശ്ചയകരമായി ഫലകരമായ വിജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം നയിപ്പാൻ കർത്താവ് നിങ്ങളെ സഹായിക്കും. അതിനായിട്ട് കർത്താവ് നമ്മളെ ഈ ദിവസങ്ങളിലെ ക്ലാസ്സുകൾ ഒരുക്കട്ടെ എന്ന് ആഹ്വാനത്തോടെ നമുക്ക് തിരുവചന ധ്യാനത്തിൽ നിന്ന് ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്കായി തലകൾ വണക്കാം, കണ്ണുകൾ മൂടാം, പ്രാർത്ഥിക്കാം. കർത്തൃദാസന്മാർ തുടർന്ന് പ്രാർത്ഥിച്ച് വൈൻഡ് അപ്പ് ചെയ്യുന്നതായിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ കർത്താവിന്റെ ദാസൻ ഷാബിൻ പ്രാർത്ഥിച്ച് ഈ മീറ്റിംഗ് കർത്താവിന്റെ ദാസൻ ഷാബിൻ കേൾക്കുന്നുണ്ടോ? പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥിക്കും. സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട കർത്താവേ, നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അവിടുത്തെ കരങ്ങളിൽ കർത്താവേ ഈ രണ്ടാമത്തെ രാത്രികാലം കർത്താവേ ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ രാത്രികാലം കർത്താവേ ഞങ്ങൾക്ക് തന്ന കർത്താവേ നല്ല വചനങ്ങൾക്കായി, നല്ല ഉപദേശങ്ങൾക്കായി കർത്താവേ ഇന്ന് രാത്രി ഞങ്ങൾ നന്ദി പറയുന്നപ്പാ, നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു അപ്പാ. ആത്മാവിന്റെ ബലത്തോടെ ഞങ്ങൾ ജീവിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിന്റെ കർത്താവേ നിറവിൽ ഞങ്ങളായിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വചനം ഇന്ന് രാത്രികാലം കർത്താവേ ഹല്ലേലൂയ ഞങ്ങളെ കർത്താവേ ഹല്ലേലൂയ ഓർപ്പിച്ചുണർത്തിയ കർത്താവ് എല്ലാ കാര്യങ്ങളുടെ മേലും കർത്താവിന്റെ കരം കർത്താവെ കൂടെ ഇരുന്ന് കർത്താവെ ഞങ്ങളെ സഹായിപ്പാൻ ഈ രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഈ ഉപവാസം കർത്താവിന്റെ ഹല്ലേലൂയ കർത്താവെ ഹല്ലെ സഭയ്ക്ക് കർത്താവെ ദൈവജനത്തിന് കർത്താവെ ഒരു അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അവിടുത്തെ ദാസനെ കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് സഹായിക്കണം, കർത്താവ് അനുഗ്രഹിക്കണം. ഹല്ലേലൂയ ആത്മാവിന്റെ കർത്താവെ ഹല്ലെ നിറവിനാൽ കർത്താവിന്റെ ദാസനെ നടത്തുവാനിടയിൽ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ കർത്താവ് വചനത്തിന്റെ ആഴങ്ങളിൽ നിന്ന് പിന്നെയും കർത്താവെ ഹല്ലേലൂയ
ഹല്ലേലൂയ ജനത്തിന് വേണ്ടി കർത്താവെ കൊടുപ്പാൻ കർത്താവിന്റെ ദാസനെ കർത്താവ് സഹായിക്കുവാൻ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. ഇന്ന് രാത്രികാലം കർത്താവ് ഈ വചനം കേട്ട കർത്താവിന്റെ കർത്താവെ ജനത കർത്താവിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ജനം കർത്താവിനുള്ളത് കർത്താവെ ഞങ്ങളെ ഓരോരുത്തരെയും സബ്മിറ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ എവിടെയാണ് കർത്താവെ കുറവുള്ളത് അത് ഇന്ന് രാത്രികാലം കർത്താവ് ദൈവത്തിന്റെ ആത്മാവ് കർത്താവ് ഞങ്ങളെ ഓർപ്പിച്ചുണർത്തി കർത്താവ് അതിന്മേൽ കർത്താവ് ഞങ്ങൾ ക്രമീകരണം വരുത്തുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ജയമെടുക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഈ രാത്രികാലം ഞങ്ങൾ ജയമെടുക്കുകയാണ്. ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതം കർത്താവ് ഞങ്ങൾ നയിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ കർത്താവെ ഭയങ്ങളും കർത്താവ് ഞങ്ങളെ വിട്ട് മാറുവാൻ ഇന്ന് രാത്രി ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ ജയാളികളായി കർത്താവെ ജയത്തോടെ കർത്താവ് ക്രിസ്തീയ ജീവിതം നയിപ്പാൻ കർത്താവ് ഞങ്ങളെ സഹായിപ്പാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പാ. സ്തോത്രം ചെയ്യുന്ന കർത്താവെ ഞങ്ങൾ കർത്താവെ ഹല്ലേലൂയ ഈ ദിവസങ്ങളിൽ കർത്താവ് രാജ്യങ്ങൾ പിടിക്കുന്നവരായി കർത്താവെ പരിശുദ്ധാത്മാവ് നിറഞ്ഞവരായി ഹല്ലേലൂയ കർത്താവെ കർത്താവെ ദൈവത്തിന് വേണ്ടി കർത്താവ് മനുഷ്യരെ പിടിക്കുന്നവരായി തീരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവിടുത്തെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തെ കർത്താവ് ഇന്ന് രാത്രികാലം